നമസ്കാരം. പുതിയ കഥകളും വിവരണങ്ങളുമായി അതിജീവിതയെ അപമാനിച്ച് ആക്രമിക്കുകയാണ് നടി പീഡിപ്പിക്കപ്പെട്ട കേസിലെ പ്രതിയും തൽപര കക്ഷികളും. 20 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന രണ്ടാം പ്രതി മാർട്ടിന്റെ പണ്ടേ ചിത്രീകരിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വീഡിയോയിൽ അതിജീവിതയുടെ പേര് പറഞ്ഞു നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. ഇതിനെതിരെ അതിജീവിത നൽകിയ പരാതികളിൽ ശക്തമായ നടപടിക്ക് ഒരുങ്ങുകയാണ് പോലീസ്. കേസിൽ അപ്പീൽ പോകാൻ സർക്കാർ ഒരുങ്ങുന്നതിനിടെയാണ് പുതിയ കഥകൾ മെനഞ്ഞുള്ള സൈബർ ഇടത്തെ ആക്രമണം. നീതിയുടെ ചേരിയിൽ നിലയുറപ്പിച്ചവരുടെ നിരന്തരമായ പിന്തുണയിൽ ഇനിയുള്ള പോരാട്ടത്തിനും അതിജീവിതയ്ക്ക് നമ്മൾ കരുത്തു പകരണ്ടേ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. അഭിഭാഷക അഡ്വക്കേറ്റ് ഷാനിബ അലി, ഇടത് നിരീക്ഷകൻ ശ്രീ റിജി ലൂക്കോസ്, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഒപ്പം തന്നെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. പ്രിയദർശൻ തമ്പി സർ, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആകെ നിറയുന്നത് നടിയെ ആക്രമിച്ച കേസിലെ രണ്ടാം പ്രതി മാർട്ടിൻ്റെ ഒരു വീഡിയോയാണ്. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി നമുക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിയില്ല. വാസ്തവം പറഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് ഈ പൊതുസമൂഹത്തിൽ, അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പൊതുസമൂഹത്തിൽ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളുമാണ്. കാരണം ഈ കേസിൻ്റെ നാൾ വഴികളും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 8-9 വർഷമായി അതിജീവിത കടന്നു പോകുന്ന സങ്കീർണവും വേദനാജനകവുമായിട്ടുള്ള മാനസികാവസ്ഥയും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ അങ്ങേയറ്റം അസ്വസ്ഥതപ്പെടുത്തുന്നതാണ് മാർട്ടിൻ്റെ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന വീഡിയോ. താങ്കളും അത് കണ്ടു കാണും. അതിലെ ഉള്ളടക്കത്തിൻ്റെ ഭാഗത്തേക്ക് വരാം. അതിനു മുൻപ് അതിൽ പലയിടങ്ങളിലായി മാർട്ടിൻ ഒരു തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് പോലെ അവതരിപ്പിക്കുന്ന കുറേ ഭാഗങ്ങളിൽ അതിജീവിതയുടെ പേര് നിരന്തരം ആവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട 8ാം പ്രതിയായിരുന്ന ദിലീപിനൊപ്പം നിന്ന ആളുകൾ, അല്ലെങ്കിൽ ആ ചേരി ചേർന്ന് സംസാരിച്ചിരുന്ന പലരും ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ മാർട്ടിൻ്റെ ഈ വീഡിയോ, അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. എത്ര വലിയ നിയമലംഘനമാണ് ഇത്! സൈബർ ഇടത്തെ ഈ ആക്രമണത്തിൽ എതിരെ പരാതിപ്പെട്ടിരിക്കുകയാണ് അതിജീവിത. എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇനിയൊരു തുടർ നടപടി ഉണ്ടാവുക? എത്രമാത്രം ഗൗരവമുണ്ട് ഈ വിഷയത്തിന്? അല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നു ഏറെ വിഷമമുണ്ടാക്കുന്നതും ഹൃദയഭേദവുമാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ. ഈ ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളുടെ കോണ്ടാക്റ്റ് ആണ് ഇത് കാണിക്കുന്നത്. ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നവരുടെ ഒരു യഥാർത്ഥ കോണ്ടാക്റ്റ് ഇത് വെളിവാക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഇന്നത്തെ വർത്തമാനകാല സമൂഹത്തിൽ ഏറ്റവും അധികം നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ ആണ് ഇത്. കാരണം ഇത്തരത്തിലുള്ള ആളുകൾ ഈ മേഖലയിൽ മാത്രമല്ല പല പ്രശ്നങ്ങളിലും ഇത്തരത്തിൽ എന്തും എഴുതി വിടാനുള്ള ഒരു അധിക്ഷേപിക്കുവാനും അപമാനിക്കുവാനും എന്തും എഴുതി പിടിപ്പിക്കുവാനുമുള്ള ഒരു മേഖലയായി ഈ സോഷ്യൽ മീഡിയയെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ അടുത്ത് കേരള ഹൈക്കോടതിയുടെ തന്നെ സുപ്രധാനമായൊരു വിധി വന്നു. ആ വിധിയിൽ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ മാനിയാക്കുകളായ ആളുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നുള്ള രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം നമ്മുടെ രാജ്യത്ത് സമൂലമായി ഉണ്ടാകേണ്ടിയിരിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇത് ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ അധിക്ഷേപിക്കുവാൻ, കാരണം എല്ലാ ഭരണഘടനയിൽ പല അവകാശങ്ങളും നൽകുന്നുണ്ടെങ്കിൽ പോലും അതിനെല്ലാം റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ട്. ആ റീസണബിൾ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് എന്താ? ലക്ഷ്മണരേഖയുണ്ട്. ഇത് എന്തും എഴുതി പിടിപ്പിക്കാനുള്ള ഒരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള അപകീർത്തികരമായ പ്രസ്താവനകളെയോ അപകീർത്തികരമായ പരാമർശങ്ങളെയോ നേരിടുന്നതിന് വേണ്ടിയാണ് ഇന്ത്യൻ പീനൽ കോഡിൽ IPC എന്ന് പറയുന്ന ഇന്ത്യൻ പീനൽ കോഡിൽ പണ്ട് 499-ഉം 500-ഉം സെക്ഷനുള്ള സമാനമായ പ്രൊവിഷന് BNS-ലെ 356 വകുപ്പ് പറയുന്നുണ്ട്. പക്ഷേ ആ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനെ നേരിടുവാൻ, ഇതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമം നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ആണെന്നുള്ളതാണ്. അത് സത്യത്തിൽ കോഗ്നൈസബിൾ ആക്കണം. നോൺ കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയുമ്പോൾ പോലീസിന് നേരിട്ട് കേസെടുക്കാൻ കഴിയില്ല, പോലീസിന് കോടതിയുടെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല.
അത് മാറ്റി ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കോഗനൈസബിൾ ഒഫൻസ് ആക്കി നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ തന്നെ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഈ സോഷ്യൽ മീഡിയ പോലെയുള്ള ഈ പ്രസ്ഥാനങ്ങൾക്ക് വരുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ് ഈ നിയമങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ നമ്മുടെ IT ആക്ടിൽ പ്രൊവിഷനുണ്ട്. 67 പോലെയുള്ള 66 പോലെയുള്ള ഇത്തരത്തിലുള്ള മിസ്ചീവിനെ നേരിടാനുള്ള പ്രൊവിഷനുണ്ട്. കേരള പോലീസ് ആക്ടിൽ 120O എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്ന ഈ പറയുന്ന ഹീനമായ പ്രവർത്തികളെ മതിയായ രീതിയിൽ നേരിടുവാൻ ഈ നിയമങ്ങൾ പര്യാപ്തമാണോ എന്നുള്ളതിനെ കുറിച്ച് നിയമത്തെ കുറിച്ചുള്ള അജ്ഞത കൊണ്ടൊന്നും ആയിരിക്കില്ലല്ലോ. ഇത് കൃത്യമായി ഒരു പക്ഷം ചേർന്നുകൊണ്ട് നമുക്കറിയാം ഈ കാലം അത്രയും അതിജീവിത കടന്നു പോയിട്ടുള്ള പ്രതിസന്ധികൾ എത്രത്തോളമാണ്, അവർ അഭിമുഖീകരിച്ച പ്രതിസന്ധികൾ, അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, ഏത് തരത്തിലുള്ളതായിരിക്കും എന്നൊക്കെ നമുക്കറിയാം. അവിടെ സമൂഹത്തിന് മുന്നിലെ അതിജീവിതം ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പിന്തുണയും കരുതലുമൊക്കെ കൊടുക്കേണ്ടത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന ബോധ്യം നമുക്കെല്ലാവർക്കുമുണ്ട്. അവിടെയാണ് അവരെ വീണ്ടും വീണ്ടും അവരുടെ അന്തസ്സിനെ മുറിവേൽപ്പിക്കും വിധത്തിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഡിസംബർ 8-ാം തീയതി ഇതിലെ കോടതി വിധി വന്ന സമയത്ത് വിചാരണ കോടതി ജഡ്ജി പറഞ്ഞത് കോടതി നടപടികളെക്കുറിച്ച് വളച്ചൊടിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് കുറ്റകരമാണ്, അങ്ങനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷാവിധി ഉണ്ടാകും, കോടതി അലക്ഷ്യ നടപടികൾക്ക് ഇതൊക്കെ കാരണമാകും, ഇത്തരത്തിൽ കോടതിയെ മോശമായി ചിത്രീകരിക്കുന്നതെന്നാണ്. ഇവിടെ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ ഇത്രയും വലിയ പീഡനങ്ങളിലൂടെ കടന്നുപോയ അതിജീവിതയെ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ കടന്നാക്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്ത് നടപടിയാണ് ഈ കാര്യത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത്? അല്ല, ഒരു സംശയവുമില്ല. കാരണം ഈ വിധി വന്നതിന് ശേഷം സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിൽ നിന്നും അതിജീവിതയ്ക്ക് അനുകൂലമായി അഭൂതപൂർവമായ പിന്തുണയാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സമൂഹത്തിൻ്റെ ഓൾ വാക്സ് ഓഫ് ലൈഫ് എന്നൊക്കെ പറയുന്ന പോലെ സമസ്ത മേഖലകളിൽ നിന്നും ആളുകൾ, കുട്ടികൾ, വിദ്യാർത്ഥിനികൾ, മുതിർന്നവർ, അങ്ങനെ വേണ്ട എല്ലാ മേഖലയിലുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഈ അതിജീവിതയ്ക്ക് അനുകൂലമായി നിൽക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള ചില ആളുകൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പക്ഷം പിടിച്ചുകൊണ്ട് ശ്രമിക്കുന്നുണ്ട്. അതിപ്പോൾ ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് കാണുന്ന സിറ്റുവേഷൻ എല്ലാം ഉണ്ടായി. ഒരു സംശയവും വേണ്ട, ഇതിനെ ശക്തമായി നേരിടുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത്. പക്ഷേ അങ്ങനെ പോലീസ് ശക്തമായ നിയമ നടപടികൾ നേരിട്ടാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ചൊന്നും അറിയാത്തവരൊന്നും ആയിരിക്കില്ല ഇവർ. പക്ഷേ പോലീസ് നിയമ നടപടികൾ എടുത്താൽ പോലും ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ ഒരു ക്രിമിനൽ ആക്ഷൻ എടുത്താൽ പോലും അതിൻ്റെ ഒഫൻസ് ആയാലും ശരി, അതിൻ്റെ പണിഷ്മെൻ്റ് ആയാലും ശരി, അതിൻ്റെ ഗ്രാവിറ്റി കുറച്ചുകൂടെ കൂട്ടണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. കാരണം ഇത് അങ്ങനെ നിസ്സാരമായി നേരിട്ടാൽ പോരാ, നിസ്സാരമായി കണ്ടാൽ പോരാ. അതിജീവിത അവർ മരിച്ചു ജീവിക്കുന്നതിന് തുല്യമാണ്. കാരണം ഇത്തരത്തിലുള്ള വലിയൊരു ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയെ നേരിട്ട ഒരു യുവതി, ആ യുവതി പ്രതിസന്ധിയെ നേരിട്ടു. ആ പ്രതിസന്ധിയെ നേരിട്ടിട്ട് കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി ഈ ക്രിമിനൽ ട്രയലിൻ്റെ അതിൻ്റെ പാരഫെർനേലിയാസ്, അതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. ആ അടിസ്ഥാന പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി സമൂഹത്തിലാകെ വേട്ടയാടപ്പെട്ട് അതിൻ്റെ അന്ത്യം ഇത്തരത്തിലൊരു അന്ത്യമായൊരു വിധിയും വന്നു. അതിനെല്ലാം ശേഷവും വീണ്ടും അവരെ വളഞ്ഞിട്ട് വേട്ടയാടുക എന്നുള്ള അത്തരത്തിലുള്ള ആളുകൾ അവർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർ മറ്റാരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കണം ഇതെല്ലാം ചെയ്യുന്നത്. അവരെ അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും, നിയമ നടപടി ഉണ്ടാകും ഈ പറയുന്ന. പക്ഷെ അതിന് ആ നടപടി ഉണ്ടാകുമെങ്കിൽ പോലും നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ലോ വെച്ചിട്ടല്ലേ പോലീസിനായാലും ശരി, നമ്മുടെ ഭരണകൂടത്തിനായാലും ശരി ആക്ട് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയ അടിസ്ഥാന പ്രശ്നം. അഡ്വക്കേറ്റ് ഷാനിബ അലി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഷാനിബ, ഈ വിധി വന്ന ശേഷവും അതിജീവിതയ്ക്കെതിരായിട്ടുള്ള സൈബർ ഇടങ്ങളിലെ ആക്രമണങ്ങൾ തുടരുകയാണ്. അതിനിപ്പോൾ പുതിയൊരു ആയുധമാക്കിയിരിക്കുന്നത് ഈ കേസിലെ 2ാം പ്രതി, ഇപ്പോൾ 20 വർഷം ശിക്ഷ ലഭിച്ച് തടവിൽ കഴിയുന്ന മാർട്ടിൻ്റെ മുൻപേ ചിത്രീകരിച്ചിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നൊരു വീഡിയോ ആണ്. അതിൽ അതിജീവിതയുടെ പേര് പറയുന്നു, പുതിയൊരു കഥ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. അതിൻ്റെ പ്രചാരകരായി ഇപ്പോൾ പല ആളുകളും മാറിയിരിക്കുന്നു. ഇത് വീണ്ടും വീണ്ടും അതിജീവിതയെ ഒറ്റപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമല്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കേസിൽ ഈ ഏറ്റവും പ്രധാന പ്രതി എന്ന് പറയുന്ന ആൾ ഓഫ് കോഴ്സ് അതിൻ്റെ ആസൂത്രികനാണ്. അയാളെ വെറുതെ വിട്ടു കഴിഞ്ഞു. ഇനി അവർക്ക് ഈ സ്റ്റോറി ബൈ ചെയ്യാൻ ആൾക്കാരുണ്ട്, ഇത് മേടിക്കാൻ, ഈ കഥ മേടിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. ഒരു വലിയ വിഭാഗം, നമ്മളെപ്പോലെയുള്ളതല്ലാത്ത ഒരു വലിയ വിഭാഗം ആൾക്കാർ ഒന്നെങ്കിൽ ഈ പറയുന്ന ആൾ തെറ്റ് ചെയ്തില്ല എന്ന് വിശ്വസിക്കുന്നു,
ഈ അക്യൂസ്ഡ് തെറ്റ് ചെയ്തില്ല എന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നു ഈ അക്യൂസ്ഡിന് കോടതി വെറുതെ വിട്ടു, തെറ്റ് ചെയ്താണെങ്കിലും അത് കണക്കായി പോയി എന്ന് വിശ്വസിക്കുന്ന 2 വിഭാഗം ആൾക്കാരാണുള്ളത്. ഈ 2 വിഭാഗത്തിനെയും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇവർക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ കിട്ടുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഈ വീഡിയോ പ്രചരിപ്പിച്ച മാർട്ടിൻ്റെ വീഡിയോ ആരൊക്കെ പ്രചരിപ്പിച്ചോ അവരെല്ലാവരും ചെയ്യുന്നത് ഒരു BNS ഒഫൻസ് ആണ്. ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ഈ അതിജീവിതയുടെ പേര് പറയുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ പറ്റി പറയുക, അവർ മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറയാന്ന് പറയുന്നത് ഒഫൻസാണ്, BNS ഒഫൻസാണ്. ആ ഒഫൻസിന് 2 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു ഒഫൻസാണ്. ഇത് ചെയ്യുന്ന ഓരോ വ്യക്തിയും, ഈ വീഡിയോ റീഷെയർ ചെയ്യുന്ന, ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിയും ചെയ്യുന്ന അത് തന്നെയാണ്. സോ ഇതിനെ പറ്റിയൊന്നും ലീഗലി അവർക്ക് യാതൊരു ധാരണയില്ല. ഞാൻ ശരിക്കും ഈ വിധി വന്നപ്പോൾ ആലോചിച്ചിരുന്നു, ഇനിയെങ്കിലും ആ വ്യക്തി, ഈ പെർട്ടിക്കുലർ ആക്ടർ ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യണം. കാരണം എന്തോ അയാൾക്കെതിരെ പ്രത്യേകിച്ച് തെളിവുകൾ കൃത്യമായിട്ട് വന്നില്ല എന്നുള്ളൊരു കാരണത്തിലാണ്. അയാൾ അത് ചെയ്തില്ല എന്ന് പറയാൻ ഞാനോ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോ ആരും ദൈവമല്ല. നമ്മൾ ആരും ഇത് കണ്ടില്ല. ഇത് അനുഭവിച്ച സ്ത്രീക്കും അതിന് ചുറ്റുമുള്ള ആൾക്കാർക്കും മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ഈ കേസ് നടത്തിയ വക്കീലിനും. ഇത്ര ആൾക്കാർക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ധാരണയുള്ളൂ. പക്ഷേ ഇയാൾ ഇത് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഇയാൾക്കെതിരെ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇയാൾ ഇപ്പോഴും പുറത്തിറങ്ങി നടക്കുന്നത് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. അത് ശരിയാവാനുള്ള സാധ്യതയാണ് ഞാനും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു കഥ, പുതിയൊരു നെറേറ്റീവ് കൊണ്ടുവരിക, അത് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക, അതിൻ്റെ പേരിൽ ഒരു പുതിയ ചർച്ച കൊണ്ടുവരിക, ഇതിനൊക്കെ ഉദ്ദേശം എന്തായിരിക്കും? ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്ത് ഫലമാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്? കൃത്യമായ ശുദ്ധികലശം. അതായത് ഇപ്പോൾ അവർക്ക് വേണ്ട ഒരു വിധി കിട്ടി. ഇപ്പോൾ തെളിവുകളുടെ അഭാവത്തിലാണെങ്കിലും എന്താണെങ്കിലും ജുഡീഷ്യറിയിൽ നിന്ന് അവർ വിചാരിച്ച പോലെ ഒരു വിധി അവർക്ക് കിട്ടി. ഇനി അവർക്ക് ബാക്കിയുള്ളവരെയും കൂടി വിശ്വസിപ്പിക്കണം, ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിക്ടിം തന്നെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വിക്ടിമിന്റെ കൂടെ നിന്ന ആൾക്കാർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിജീവിതയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരെയും അതിജീവിതയും താറടിക്കുക, അവരെ കാര്യമായിട്ട് ഉപദ്രവിക്കുക. ഇനി ഇത് പകയുടെ ഒരു സമയമാണ്. ഇത്രയും കാലം ഇവർ അനുഭവിച്ചു എന്ന് ഇവർ പറയുന്ന കാര്യങ്ങൾ, ഈ ഒരു ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഈ പറയുന്ന ആക്ടർ തകർന്നടിഞ്ഞു മണ്ണായത് നമ്മളെല്ലാവരും കണ്ടതാണ്. അയാൾക്ക് ഉറപ്പായിട്ടും പാമ്പിന്റെ പകയുണ്ടാവും. അയാൾ പക വീട്ടാൻ ഈ സാഹചര്യം മുതലെടുക്കുകയാണ്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ അവരുടെ കൂടെ ഉണ്ട്, നമ്മൾക്കിത് മനസ്സിലാവും, നമ്മൾ ആരും പൊട്ടന്മാരല്ല എന്ന് പറയാം. കോടതിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. തെളിവുകളില്ലാത്തൊരു കേസിൽ, ഇത്ര കൃത്യമായിട്ട് അയാളിലോട്ട് ലീഡ് ചെയ്യാൻ പറ്റാത്ത എല്ലാവരെയും അയാൾ വില കൊടുത്ത് മേടിച്ചൊരു കേസിൽ കോടതിക്ക് ഒരിക്കലും ഉള്ള തെളിവുകൾ വെച്ചിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നതെന്ന് പറഞ്ഞൊരു വിധി എഴുതാൻ പറ്റില്ല. ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ഈ വിധി വന്നാൽ എന്തായിരുന്നു ആ വ്യക്തി ചെയ്യേണ്ടത് എന്നുള്ളതിലുള്ള എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുക, മിണ്ടാതിരിക്കുക. ചെയ്തോ പണി കിട്ടിയില്ലേ മിണ്ടാതിരിക്കുക. അത് ചെയ്യാതെ അതിന് പകരം ഇത് ചെയ്യുന്നത് ഉറപ്പായിട്ടും അപ്പീൽ കോടതിയിൽ ഇയാൾക്ക് ഇത് തിരിച്ചടിയാവും. അല്ല അഡ്വക്കേറ്റ് ഷാനിബ, ഇപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം, ഇതിന് ശേഷം അതിജീവിതയുടേതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്. അതിൽ പറഞ്ഞതാണ്, ഇപ്പോൾ എനിക്കെതിരെ ആക്രമണം നടത്തുന്നവർ അത് തുടർന്നോളൂ, കാരണം നിങ്ങൾ പണം വാങ്ങിയെന്നത് അതിനു വേണ്ടിയാണല്ലോ, നിങ്ങൾ അതിനു വേണ്ടി തുടർന്നോളൂ. പക്ഷേ ആ നില ഇപ്പോൾ മാറിയിരിക്കുകയല്ലേ? കാരണം അതിനും അപ്പുറത്തേക്ക് കടന്ന് വിധി വന്ന ശേഷവും വീണ്ടും ഈ മാർട്ടിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിടുക, അതിനകത്ത് അതിജീവിതയുടെ പേര് പറയുന്നുണ്ട്, മാത്രമല്ല വേറെ ഒരു പുതിയ നറേറ്റീവ് ഉണ്ട്, ഇത് പ്രചരിപ്പിക്കുക. ഇനി ഏതെങ്കിലും തരത്തിൽ അഡ്വക്കേറ്റ് ഷാനിബ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി ഈ സംശയത്തിൻ്റെ ആനുകൂല്യം ഈ 8ാം പ്രതിക്കൊക്കെ നൽകുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഇതാ ഒരു പുതിയ കഥ കൂടി കടന്നോട്ടെ, അങ്ങനെ ഒരു ശുദ്ധികലശം അങ്ങനെ പറഞ്ഞ് നീങ്ങുന്ന ഒരു അതിനുവേണ്ടി നടത്തുന്നതാണ് ഇതൊക്കെ എങ്കിൽ അതിജീവിതം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇത് തുടർന്നോളൂ, നിങ്ങൾ പണം വാങ്ങിയവരല്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് ആർക്കും അത് കഴിയില്ല. കാരണം വ്യക്തിപരമായിട്ട് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ആ സ്ത്രീ അനുഭവിച്ച വിഷമങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾക്ക്, അത് വായിച്ച ഏതൊരു സ്ത്രീക്കും ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ട്രോമയിലൂടെയാണ് അവർ കടന്നു പോയിട്ടുള്ളത്. സോ അത് ചെയ്ത ആൾക്കാർക്ക് ശിക്ഷ കിട്ടി, ആസൂത്രിതർക്ക് ശിക്ഷ കിട്ടിയില്ല. അവർക്ക് കൃത്യമായിട്ട് ഉറപ്പുണ്ട് ഇവരാണ് ആസൂത്രണം ചെയ്തതെന്ന്. ആ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അവരിപ്പോൾ എന്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്? അവരോടൊപ്പം നിൽക്കുക എന്നല്ലാതെ അവരോടൊപ്പം നിൽക്കാത്ത വിഭാഗത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരുപാട് പേരോട് ഇതിൻ്റെ പുറത്ത് ആർഗ്യൂ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന്. പക്ഷെ അവരൊക്കെ പറയുന്ന നരേറ്റീവ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. കോടതി വെറുതെ വിട്ടില്ലേ, പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്തിനാണ് ഏട്ടനെ ഇങ്ങനെ നിങ്ങളെല്ലാവരും കൂടി ഈ അക്യൂസൈസ് ചെയ്യുന്നത്? അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതി പറഞ്ഞല്ലോ. കോടതി എവിടെയാണ് ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്? ഇയാൾക്കെതിരെ തെളിവില്ല, ഇയാൾ വെറുതെ വിട്ടു. തെളിവില്ല എന്നുള്ളതുകൊണ്ട് അയാൾ ചെയ്തിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് തന്നെയാണ് എനിക്ക് ഈ നടിയോടും പറയാനുള്ളത്. തെളിവില്ല എന്നുള്ളതുകൊണ്ട് ഇയാൾ ഇത് ചെയ്തിട്ടില്ല എന്നാവില്ല. ഇയാൾക്കെതിരെ തെളിവില്ല, ഇയാളെ വെറുതെ വിട്ടു, അത് വരയ്ക്കും ഓക്കെയാണ്. ബാക്കി അവർക്കെതിരെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുടെ പുറത്ത് വരുന്ന ഈ പക വീട്ടാനുള്ള നടപടികൾ കൃത്യമായിട്ടും അയാൾക്ക് ദോഷം ചെയ്യും. പിന്നെ 20 വർഷം തടവ് ശിക്ഷ കിട്ടിയ പ്രതികൾക്ക് ഇതിൽ കൂടുതൽ ഇനി എന്താ? അവർക്ക് കൃത്യമായിട്ട് പണം കിട്ടിയിട്ടുണ്ടാവും, അവർക്ക് വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, അവർ
20 വർഷം കിടക്കാൻ റെഡി ആയിട്ട്, അതിൽ കൂടുതലാണെങ്കിൽ അതും ചെയ്യാൻ റെഡി ആയിട്ട് പോയ ക്രിമിനൽ സംഘമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒന്നുമല്ല. ഞാനൊരു വീഡിയോ കണ്ടു, ഈ പൾസർ സുനിനെ ഭയങ്കരമായിട്ട് മോട്ടിവേഷനൊക്കെ വെച്ചിട്ട് സുനിയണ്ണനെ പോലെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരാളിട്ട വീഡിയോ. അയാൾക്ക് ഇമ്മീഡിയറ്റ്ലി അറസ്റ്റ് ചെയ്യണം. ഇയാൾക്ക് സോഷ്യൽ ത്രെട്ടാണ്. ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു പുതിയ യുവതലമുറയിലോട്ട് നമ്മൾ ഇതൊക്കെ ഇഞ്ചെക്ട് ചെയ്യാണ് ചെയ്യുന്നത്. എത്ര ചെറിയ കുട്ടികളാണ് ഈ 20നും 24 വയസ്സിനും ഇടയിലുള്ള പിള്ളേരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കില്ലേ എന്നൊക്കെ വളരെ കാര്യമായിട്ട് നമ്മളോട് സംശയം ചോദിക്കുന്നു. ശരിക്കും ഈ ചാനൽ ചർച്ചയിൽ ഞാൻ വരാൻ തന്നെ കാരണം അതാണ്. കാരണം കുറച്ച് ആൾക്കാരെങ്കിലും വിശ്വസിക്കുന്നു ചിലപ്പോൾ ഇത് സംഭവിച്ചിട്ടുണ്ടാവില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് സംഭവിച്ചിട്ടില്ല ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ വെറുതെ 6 പേര് വെറുതെ ഇരിക്കുമ്പോൾ 6 പേര് പോയ ഒരാളെ റേപ്പ് ചെയ്ത് തിരിച്ചു വരുന്നു, എന്നിട്ട് അവർ ജയിലിൽ കിടക്കാനും റെഡിയാവുന്നു. എന്ത് വിരോധാഭാസമാണത്? ഇത് ചോറ് നിന്ന് എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചതെന്ന്. ഇനി ചെയ്യാനുള്ളത് ഇവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവരെ നമുക്ക് വാക്കുകൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക. ഒരാളെങ്കിൽ ഒരാൾ ഇത് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും ഇതിനെതിരെ കണ്ണടക്കിയ TV ഓഫ് ചെയ്യുകയും ചെയ്യില്ല. ഈ പറയുന്ന ആളും ഈ പറയുന്ന വിക്ടിമും ചിലപ്പോൾ രാത്രി ഇരുന്ന് ഇത് മൊത്തം കാണുന്നുണ്ടാവും, അവർ സ്ക്രോൾ ചെയ്യുന്നുണ്ടാവും, അവർ കരയുന്നുണ്ടാവും. ഈ ശാപമൊന്നും നമ്മളെ വിട്ട് പോവില്ല. സോ ഇങ്ങനെ ചെയ്യുന്നവരെല്ലാവരും ആലോചിക്കേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ ഒരു സ്ത്രീക്ക് ഇതാണ് സംഭവിച്ചെങ്കിൽ നിങ്ങൾ തെളിവില്ലല്ലോ, അത് ഏട്ടനല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ മാറിക്കോ എന്നുള്ളതാണ്. സ്വയം ആത്മപരിശോധന നടത്തേണ്ട ഒരു സമയമാണ്. ഞാൻ ഇതിന്റെ മുൻപ് തന്നെ പറഞ്ഞാണ്, ഈ കേസിൽ ഇപ്പോൾ ജയിച്ചപ്പോൾ ഇതിന്റെ വക്കീലന്മാരുടെ ഈ കേസ് നടത്തിയ വക്കീലന്മാരുടെ ഭയങ്കര ആഘോഷ പ്രകടനം ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും അന്ന് ആലോചിച്ചാണ്, ഈ ലോകത്ത് ഒരാൾക്കും, ആ ജഡ്ജിക്കടക്കം എനിക്കോ ജഡ്ജിനോ ആർക്കും തന്നെ ഇയാൾ ഇത് ചെയ്തു എന്നറിയില്ല. പക്ഷെ അയാളുടെ വക്കീലിന്, ആ കേസ് നടത്തിയ ആൾക്കാർക്ക് അറിയാലോ അവരെങ്ങനെയായിരിക്കും ആത്മാഭിമാനത്തോടെ സന്തോഷത്തോടെ അർമാദിക്കുന്നത് അല്ലെങ്കിൽ സന്തോഷിക്കുന്നത്. അവർക്കൊരു വിഷമം വരില്ലേ? രാത്രി ആലോചിക്കുമ്പോൾ അവർക്ക് ഇത് എനിക്ക് അറിയാമല്ലോ, എൻ്റെ വീട്ടിലൊരു സ്ത്രീക്കാണല്ലോ എന്ന് അവർക്ക് തോന്നില്ലേ? ഈ ആഘോഷത്തിൽ പങ്കാളികളായ ഓരോ മനുഷ്യനും ഇത് എൻ്റെ വീട്ടിലൊരു സ്ത്രീക്ക് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. ശ്രീ റെജി ലൂക്കോസ്, മുഖ്യമന്ത്രിയെ കഴിഞ്ഞ ദിവസം അതിജീവിത കണ്ടു. സൈബർ ഇടങ്ങളിൽ തുടരുന്ന ആക്രമണങ്ങളുടെ വിവരങ്ങൾ പങ്കുവച്ചു. നടപടി ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ നടിയെ ആക്രമിച്ച കേസിലെ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ വേണ്ടി ഉള്ള ഒരുക്കങ്ങളിലേക്ക് സർക്കാർ കടക്കുകയാണ്. അപ്പോഴാണ് ഈ വിധിപ്പകർപ്പിൻ്റെ കുറേ വിശദാംശങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഏതൊക്കെ സാഹചര്യങ്ങളിൽ പരിഗണിച്ചുകൊണ്ടാണ് ഇതിലെ കുറ്റവിമുക്തരാക്കപ്പെട്ട, അതായത് 7ാം പ്രതി മുതൽ 10ാം പ്രതി വരെ ഉള്ളവർ കുറ്റവിമുക്തരാക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നതിൻ്റെ കുറേ കൂടി വിവരങ്ങളും വിശദാംശങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ അതിൽ ഒരു ഭാഗമാണ് ഈ കുറ്റകൃത്യം നടന്ന ദിവസം ഇതിൽ 1ാം പ്രതി പൾസർ സുനി ഫോണിൽ വിളിച്ച് ഒരു യുവതിയുമായി ഒരു സംഭാഷണമുണ്ട് അന്ന് വൈകുന്നേരം. അതിനുശേഷം നിരന്തരം ഫോൺ വിളികളും മെസ്സേജുകൾ അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ യുവതിക്ക് ഈ കേസുമായി എന്തെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നത് തർക്കമില്ലല്ലോ. അവിടെ അവരെ സാക്ഷിയാക്കിയില്ല, അവരുടെ പല വിവരങ്ങളും കൊടുത്തിട്ടില്ല. അപ്പോൾ പൾസർ സുനിയുമായി യുവതിക്കുള്ള ബന്ധത്തെക്കുറിച്ച് അത് പ്രൂവ് ചെയ്യുന്ന ഒന്നും തന്നെ കോടതിയിൽ കൊണ്ടുവരാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഇങ്ങനെ പ്രോസിക്യൂഷൻ്റെ നിരവധിയായ വീഴ്ചകൾ, അതുപോലെ തന്നെ ഈ 1ാം പ്രതിയും 8ാം പ്രതി ദിലീപും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാൻ പാകത്തിലുള്ള മതിയായ തെളിവുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഒരു ഫോട്ടോഗ്രാഫാണ് കൊടുത്തത്. അത് അന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള തെളിവ് എന്നൊക്കെയായിരുന്നു എന്ന് പറഞ്ഞാണ് പ്രോസിക്യൂഷൻ അത് അവതരിപ്പിച്ചത്. അതും പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ പ്രോസിക്യൂഷൻ്റെ ഈ കേസിലെ വീഴ്ചകൾ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള വിധിപ്പകർപ്പിൻ്റെ ഭാഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണല്ലോ സർക്കാരിന് മുന്നിലുള്ള. ഒന്ന്, ഇപ്പോൾ അതിജീവിത പറഞ്ഞിരിക്കുന്ന ഈ പ്രശ്നം, അതായത് സൈബർ ഇടങ്ങളിൽ ആക്രമണം, അതിന് പരിഹാരം ഉണ്ടാകണം. 2, അപ്പീൽ വളരെ ശക്തമായ ഹൈക്കോടതിയിൽ കൊടുക്കാൻ കഴിയണം. ഇത് രണ്ടിനും ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ സർക്കാരിന് ഇപ്പോൾ കഴിയുമോ? പൊതുസമൂഹത്തിന് അത് ബോധ്യപ്പെടുത്താൻ കഴിയുമോ? ഗോപികൃഷ്ണൻ, തീർച്ചയായിട്ടും. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഈ 8.5 വർഷം നീണ്ട ഈ കോടതി വ്യവഹാരങ്ങളും അതിന് അവസാനം വന്ന വിധിയിലും പ്രതിഫലിക്കുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഗവൺമെൻറ് മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹം, മനസാക്ഷിയുള്ള സ്ത്രീ സമൂഹത്തിനോട് ആദരവ് അർപ്പിക്കുന്ന, കുറ്റവാളികളെ തുറുങ്കിലടയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന മഹാഭൂരിപക്ഷം കേരളത്തിലെ പൊതുസമൂഹവും ആ അതിജീവിയോടൊപ്പമാണ്. ഈ കേസിലെ വീഴ്ചകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരുമാണ്. ഞാനും ആ വിധിപ്പകർപ്പൊക്കെ പലതവണ വായിച്ചു. ആ വായിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അത് നമുക്കിപ്പം നമ്മുടെ പൊതുവേദിയിൽ കിട്ടുന്നുണ്ട്. അത് വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാവുന്ന ഈ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ നിയമജ്ഞാനമൊന്നും ഇല്ലാത്ത വ്യക്തികൾക്ക് ഒരു ബോധ്യമാകും. പക്ഷേ ഞാനിവിടെ പറയുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്, എനിക്ക് ഒരാൾ അയച്ചു തന്നു, ഞാനത് മുഴുവൻ കേട്ട അന്നേരം തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് അറപ്പടവാക്കുന്നു. തന്നെയുമല്ല, അതിനകത്ത് പറയുന്ന ഒരു ലോജിക്കല്ല. അത് ആരോ സ്ക്രിപ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്താണെങ്കിലും അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അയാൾക്ക് ജാമ്യം കിട്ടിയ ഉടനെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് അയാൾ എടുത്തു വെച്ചിട്ട് സാധനമായത്. അതിനകത്ത് അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും അയാൾ വിചാരണ കോടതിയിൽ അവതരിപ്പിച്ചിട്ടില്ല. നമ്മൾ ആ വിധിന്യായത്തിലൂടെ പോയാൽ നമുക്ക് മനസ്സിലാവും
അയാൾ ആലുവ കോടതിയിൽ എന്തോ പറഞ്ഞു, കോടതിക്ക് ഒരു കവറിട്ട് അയാളെ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ വിചാരണ കോടതി കൊടുക്കാൻ പറഞ്ഞു. അയാളോട് കൊടുത്തിട്ടുമില്ല, അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുമില്ല. അതിലെന്തെങ്കിലും ഈ പ്രചരിപ്പിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഇയാൾ പറഞ്ഞതിന് എന്തെങ്കിലും കാര്യങ്ങൾ അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് അയാൾ കോടതിയിൽ പറഞ്ഞില്ല ഈ കാര്യങ്ങൾ? ഇത്തരം കാര്യങ്ങൾ അയാൾ കോടതി പറഞ്ഞിട്ടില്ല. അത് അതിലൂടെ പോയാൽ നമുക്ക് വളരെ വ്യക്തമാവും. അപ്പോൾ അതിൽ നിന്നുള്ള ലക്ഷ്യം എന്താ? കേരളീയ പൊതുസമൂഹത്തിൽ എന്ത് വൃത്തികേടുകൾ, ആരെക്കുറിച്ച് എന്തും പറഞ്ഞ് വാഴ്ത്തുപാട്ട് പാടി കേരളത്തിലൊരു പൊതുബോധം സൃഷ്ടിക്കാനായിട്ട് കുറേ ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സംഭവം. സർക്കാർ ഒരു നടപടി സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത്തരക്കാരെ മുഴുവൻ, ഇവരുടെ മുഴുവൻ പേരിലും കേസുകൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായിട്ട് ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഗോപികൃഷ്ണൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, ഒരു പരിഷ്കൃത സമൂഹമാണ് കേരളം എന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. എന്തോ എനിക്ക് ഈ സമീപകാലത്ത് ആ ഫീലിങ്സ് ഇല്ല. കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യൂ, സ്ത്രീ വേട്ടക്കാർക്കും സ്ത്രീകളെ അപമാനിക്കുന്നവർക്കും സ്ത്രീകളെ ഏത് രീതിയിൽ വേട്ടയാടി ഏതെല്ലാം രീതിയിൽ ചെയ്യുന്നവർക്കും ഫാൻസ് ക്ലബ്ബുകൾ ഉണ്ടാവുകയും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ പെയ്ഡ് ആയിട്ടുള്ള യൂട്യൂബുകാരും അല്ലാത്തവരൊക്കെ ആയിട്ട് ഉള്ളവരൊക്കെ അവരുടേതായ ന്യായങ്ങളിലൂടെ ഈ ദുർബല മനസ്സുകളെ സ്വാധീനിച്ച് അവരിലും ഇങ്ങനെ ഒരു അവബോധം ഉണ്ടാക്കാൻ സൃഷ്ടിക്കുന്ന ഒരു ദുരന്തഫലങ്ങളാണ് ഇപ്പോൾ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നാൽ ആരൊക്കെയാണ് ഈ ഹെയ്റ്റ് ക്യാമ്പേഴ്സ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ആരെക്കുറിച്ച് എന്തും പറയാം. സമാധാനനായ ശ്രീകണ്ഠ നായർ സാറിനെ കുറിച്ച് പോലെയൊക്കെ സ്റ്റോറികൾ എഴുതിയപ്പോൾ മൂക്കത്ത് വിരൽ വെച്ച്. കാരണം 45 വർഷമായിട്ട് ഈ പൊതുസമൂഹത്തിൽ ഒരു തുറന്ന പുസ്തകം പോലെ ജീവിക്കുന്ന, തുറന്നോട്ടെ. അപ്പൊ ഇതിലേക്കൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുന്നത് എന്താ? ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഈ മനുഷ്യനെ, ഈ പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിയെ കോടതി കുറ്റക്കാരനായിട്ട് കണ്ടതിനെ കുറിച്ച് കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. എന്താ അത്? വെറും സാക്ഷി തെളിവോടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വീഡിയോയുടെ തെളിവൊന്നുമല്ല കോടതി നോക്കിയിരിക്കുന്നത്. അതിനകത്ത് സയന്റിഫിക് ആയിട്ടുള്ള തെളിവുകളാ, ഫോറൻസിക് ലാബിൽ നിന്ന് കിട്ടിയ തെളിവുകളാണ്. അയാളുടെ നഖം ആ അതിജീവിതയുടെ ദേഹത്ത് കൊണ്ട പാടുകളുണ്ട്. അത് സയന്റിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്തപ്പോൾ അത് കറക്റ്റാണ്, അത് മാച്ച് ചെയ്യുന്നു. കൂടാതെ കൊണ്ട് മറ്റു ചില കാര്യങ്ങൾ അതൊന്നും ഇതിലൂടെ പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കൃത്യമായി തന്നെ ഈ കൊടും കുറ്റവാളികളെ, ബോൺ ക്രിമിനലിനെ ഈ ശിക്ഷ കൊടുത്തപ്പോൾ അയാളെക്കുറിച്ച് ഇന്ന് ഫേസ്ബുക്കിൽ വന്നിരിക്കുന്നത് അയാളൊരു ഹീറോ ആണെന്നുള്ളതാണ്. അയാളെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നു. എന്തുകൊണ്ടാണ് ഇവന്മാർക്കൊക്കെ ഇതിന് ധൈര്യം കിട്ടുന്നത്? കേരളീയ പൊതുസമൂഹത്തിൽ ഇതുപോലത്തെ ഉള്ള നെഗറ്റീവുകൾ ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്തു. കൃത്യസമയത്ത് ഇവർക്കൊക്കെ ക്ലിപ്പിടുന്നതിന് പകരം ഇവന്മാർക്കെല്ലാം ജാമ്യം കിട്ടി വീണ്ടും വരസാനുള്ള അവസരം ഈ സമൂഹത്തിൽ കിട്ടിയെന്നുള്ളത് ഭയങ്കര ആശങ്കയാണ്. ഞാൻ അത്ഭുതപ്പെടുവാണ്. ഇനി ഒരു പെൺകുട്ടി ആരുടെയെങ്കിലും ഒരു മൃഗത്തിന്റെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്കോ ആ സ്ത്രീക്കോ ഒരു പരാതി കൊടുത്താൽ അവരെയും അവരെ കുടുംബത്തിനെയും ആയുഷ്കാരം നശിപ്പിച്ച് തകർത്ത് മാർട്ടിന്റെ ഈ വീഡിയോ എപ്പോൾ ചിത്രീകരിച്ചതാണ്? അതൊരു സ്ക്രിപ്റ്റഡ് ആയിരുന്നു? അതിന് പിന്നിലുള്ള താല്പര്യം എന്താണ്? അതിൽ ഈ അതിജീവിതയുടെ പേര് ബോധപൂർവം അതിനകത്ത് പറയിപ്പിച്ചതാരാണ്? അത് പിന്നീട് പ്രചരിപ്പിച്ചതാരാണ്? ഇവരെയൊക്കെ കണ്ടെത്തി ഇവർക്കൊക്കെ എതിരെ നടപടി ആവശ്യമല്ലേ? അതല്ലേ താങ്കളുടെ അഭിപ്രായം? 100% അതിനൊരു തെളിവ്, അതിനൊരു അടിസ്ഥാനമായ കാരണമുണ്ട്. ഡൽഹിയിലെ നിർഭയ കേസിൽ സുപ്രീം കോടതി കൃത്യമായ രീതിയിൽ 3 പ്രാവശ്യം വിധി എഴുതി ഇത്ര ആളുകളുടെ പേരുകൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അതിനാണ് നമ്മൾ അതിജീവിത എന്ന് പറയുന്നത്. അപ്പോൾ ആ പെൺകുട്ടിയുടെ പേര് സഹിതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ കൊടും ക്രിമിനല. ഞാനിപ്പോൾ ചിന്തിക്കുമായിരുന്നു, ഞാനൊക്കെ ജോലി ചെയ്ത രാജ്യത്ത് ഒരു പെൺകുട്ടി മറ്റൊരാളെ നോട്ടം കൊണ്ട് പോലും ബുദ്ധിമുട്ടിച്ചെന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി ബുദ്ധിമുട്ടിച്ചെന്ന് പറഞ്ഞാൽ അയാൾക്കൊരു 3-4 വർഷത്തേക്ക് ജാമ്യം പോലും കിട്ടിയില്ല. കൊച്ചുകുട്ടികളുടെ ഫോൺ കോളിൽ മാതാപിതാക്കൾ നിസ്സഹായമായ എന്തെങ്കിലും ചെയ്താൽ പോലും 3 മാസത്തേക്ക് ബെയിൽ കിട്ടത്തില്ല. കേരളത്തിലോ ഇന്ത്യയിലോ ഇത്തരം കൊടും സ്ത്രീ വേട്ടക്കാർക്ക് പരസ്യമായി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ താനൊരു വേട്ടമൃഗമാണെന്ന് അഭിനയിച്ച് നിൽക്കുന്നവർക്ക് ജാമ്യം കിട്ടുന്ന നാടായി മാറിയിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഒരു പൊളിച്ചെഴുത്തിൽ ആവശ്യമല്ലേ ഗോപികൃഷ്ണ? നമ്മൾ ഈ ചർച്ചയിൽ അതല്ലേ ചെയ്യേണ്ടത്? ഒരു പൊളിച്ചെഴുത്തിൽ അത്യാവശ്യമല്ലേ? എനിക്കും മക്കളുണ്ട്, നമുക്കൊക്കെ മക്കളുണ്ട്. നമ്മുടെ പെൺകുട്ടികളെ ആരെങ്കിലും നോട്ടമിട്ട് വക്രീകരിച്ച് നശിപ്പിച്ച് കളഞ്ഞാൽ അവനെ ഏറ്റവും വലിയ ഹീറോ ആയിട്ട് പ്രഖ്യാപിക്കുകയും അവന് ജാമ്യം കിട്ടുന്ന വ്യവസ്ഥകളുള്ള ഒരു നിയമസംഹിത ഈ നാട്ടിൽ അപകടകരമെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ബഹുമാനപ്പെട്ട ആ അതിജീവിത പെൺകുട്ടി 1 മണിക്കൂർ നമ്മുടെ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു കൃത്യമായ രീതിയിലുള്ള ഉറപ്പ് ആ കുട്ടിക്ക് കൊടുത്തു. ആ ഉറപ്പ് തീർച്ചയായിട്ടും നിയമത്തിന്റെ മുമ്പിലൂടെ കടന്നുപോകും. പക്ഷെ ഒരു പരിധി കൂടുതലൊന്നും നിയമത്തിന് ആരെയും കർശനമായിട്ട് വിലക്കാൻ പറ്റത്തില്ല ഗോപികൃഷ്ണ. അത് പൊതുസമൂഹത്തിനൊരു അവബോധ മാധ്യമങ്ങളും നമ്മുടെ പൊതുജനങ്ങളും കണ്ടെത്തണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു സൃഷ്ടികർമ്മത്തിലേക്ക് നമ്മൾ കടന്നില്ല എങ്കിൽ കേരള അരക്ഷിതാവസ്ഥയുടെയും ഇവിടുത്തെ യുവതിയുവാക്കൾക്ക്, പ്രത്യേകിച്ച് യുവതികൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു നാടായി നമ്മുടെ നാട് വിടുന്ന കാര്യങ്ങളിലേക്ക് പോകും. തൊട്ട അയൽവക്കത്തെ ഒരു കഥ ഞാൻ പറയാം. തമിഴ്നാട്ടിൽ
നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിദ്വാന് ഇതുപോലൊരു സോഷ്യൽ മീഡിയ ഇടാൻ പറ്റുമോ? അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവനെ ജയിലിലെടുത്തു. തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് എന്നാ സുരക്ഷിതറിയോ? അവരൊരു പരാതി കൊടുത്തില്ല. അതുകൊണ്ടെന്ന് വേണ്ടി സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു സമൂഹമാണ് തമിഴ്നാട്. എന്താ അവിടെ നിയമം കർശനമാണ്. അവിടെ ആ നിയമത്തിൽ കർശനമായി ഇവരെ ഉള്ളവരൊക്കെ അറസ്റ്റ് ജയിലിലിട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് വാഴ്ത്തുപാട് പാടാനായിട്ട് ആരും വരത്തില്ല. ഒരു സ്ത്രീയെ അവർ അമ്മയെന്നേ വിളിക്കത്തുള്ളൂ, അമ്മ എന്ന് അവർ വിളിക്കത്തുള്ളൂ, തായ എന്നൊക്കെ അവർ വിളിക്കത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ വേട്ടമൃഗങ്ങളെ പോലെ ഒരു പെൺകുട്ടി നടന്നു പോയാൽ അവരെ കാണുന്നത് ഈ മൃഗീയ മാനസികാവസ്ഥ ഉള്ളവരെ. അവർ കണ്ടു കഴിഞ്ഞൊരു പെൺകുട്ടി പ്രതികരിച്ചാൽ ആ പെൺകുട്ടിയെക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു സമൂഹം ഇന്ന് കേരളത്തിലുണ്ട്. അത്തരം ആൾക്കാരെയാണ് ഇവിടെ നമ്മുടെ സമൂഹം ഒരു പൊതുബോധ സൃഷ്ടിയിലൂടെ നമ്മൾ വിരൽ ചൂണ്ടേണ്ടത്. അല്ല എങ്കിൽ കേരളം നമ്മളോടൊപ്പം ഡൽഹിയിൽ നിന്ന് അഡ്വക്കേറ്റ് ഷീജിത് പെരുമന, വിധി വന്ന ശേഷവും അതിജീവിത വേട്ടയാടപ്പെടുന്നു എന്നതല്ലേ മാർട്ടിന്റെ വീഡിയോ പ്രചരിപ്പിക്കുന്നതിലൂടെ, അതിജീവിതയുടെ പേര് പറഞ്ഞിരിക്കുന്ന വീഡിയോ പ്രചരിപ്പിക്കുന്നതിലൂടെ, അതിന് തംസപ്പ് കൊടുക്കുന്നതിലൂടെ, അതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടിരിക്കുന്ന ഒരു കഥയ്ക്ക് പ്രചാരം നൽകുന്നതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നടപടി വേണ്ടേ? ശിക്ഷിക്കപ്പെടണ്ടേ? ഒരു സംശയവുമില്ല. അത് ഈ അതിജീവിത എന്ന് മാത്രമല്ല ഗോപികൃഷ്ണ, ഈ നാട്ടിലെ സർവമാന അതിജീവിതകളിലേക്കും ഇത് ബാധകമാണ്. അത് പിന്നെ റേപ്പ് വിക്ടിമിനെന്ന് മാത്രമല്ല, റേപ്പ് വിക്ടിമിന് സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്നതുപോലെ അതൊരു ബോഡിലി ഹാം മാത്രമല്ല, ഒരു സമൂഹത്തോട് ചെയ്യുന്ന കുറ്റകൃത്യം തന്നെയാണ്. കാരണം ഒരാളുടെ കൺസെൻ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരാളുമായി ഏതെങ്കിലും തരത്തിൽ അവരുടെ അനുമതിയില്ലാതെ അവരുടെ ദേഹത്ത് സ്പർശിക്കുന്നത് പോലും അതിക്രൂരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൊതുജനം മനസ്സിലാക്കേണ്ടത്, റേപ്പിൻ്റെ നിർവചനം നേരത്തെ ഈ പെനിട്രേഷൻ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു. എവിടെ? വെജൈനൽ പെനിട്രേഷൻ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു കൃത്യമായിട്ട്. അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അമെൻമെൻറ്റ് സ്റ്റാറ്റ്യൂട്ട് പാർലമെൻറ്റ് വരുത്തിയിട്ടില്ല ഈ നിയമത്തിൽ. സുപ്രീം കോടതി ഇത്തരം കേസുകൾ നിരന്തരം പരിഗണിക്കുകയും അതിനുശേഷം മിയർ പെനിട്രേഷൻ ഈസ് ഗുഡ് ഇനഫ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ക്രൈം മീൻസ് റേപ്പ് എന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായി. അതായത് ഒരാളുടെ ലൈംഗികാവയവം ഒരു സ്ത്രീയുടെ ഏതൊരു ശരീര ഭാഗത്ത് സ്പർശിക്കുന്നതും റേപ്പിന് തുല്യമാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റേപ്പ്. ദാറ്റ് എമൗണ്ട്സ് ടു ദ ക്രൈം ഓഫ് 376 എന്നുള്ളതാണ്. അത് പിന്നീട് വന്നതാണ്. ദാറ്റ് ഈസ് ദ ലോ ഓഫ് ദി ലാൻഡ്. അത് പിന്നീട് ഇങ്ങനെയൊരു നിയമമായി. അപ്പം ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്, നിർബന്ധമായിട്ടും അതിന് തുല്യമായിട്ടുള്ള വകുപ്പ് തന്നെ ഈ വെർച്വൽ റേപ്പിങ്ങിനും വേണം എന്നുള്ളതാണ്. നമുക്കറിയാം, പണ്ട് സൽമാൻ ഖാൻ ജസ്റ്റ് ഒരു ലൊക്കേഷനിൽ ലൈക്ക് റേപ്ഡ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ മുഴുവൻ അന്ന് ആളിക്കത്തി. എന്തുകൊണ്ട്? ഐ ഫെറ്റ് ലൈക്ക് റേപ്ഡ്, അതായത് അത്രയും ക്ഷീണമായി പോയി എനിക്ക് എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിച്ചത്. പക്ഷേ ആ ഒരു വാക്കിനെ പോലും അത്ര കണ്ട് ഒരു 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 ആഴത്തിൽ വേദനിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടി വന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പം വെർച്വൽ റേപ്പ് ആണെങ്കിലും ഒരു ഫിസിക്കൽ റേപ്പ് ആണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 14 സെക്കൻഡ് എന്നൊക്കെ പണ്ട് ഋഷിരാജ് സിംഗ് സാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മേഖലയിലേക്ക് അവരുടെ ബോഡി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്നത് ആരാണെന്നുണ്ടെങ്കിലും ശിക്ഷ അർഹിക്കുന്നു. അത് IT ആക്ട് പ്രകാരമാണെങ്കിലും IPC പ്രകാരമാണെങ്കിലും BNF പ്രകാരമാണെങ്കിലും ഒക്കെ അതിന് ശിക്ഷ അർഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു ശരി. ഞാൻ എൻ്റെ തൊട്ട് മുൻപിൽ പറഞ്ഞ പാനലിസ്റ്റിനോട് ഒന്ന് ചേർത്ത് വെക്കുകയാണ്, അദ്ദേഹത്തോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. പൊതുബോധം, ആ പൊതുബോധ സൃഷ്ടി ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലായിട്ടുണ്ട്. പക്ഷേ അതിന് താരതമ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ളത് തമിഴ്നാടിനെയാണ് അമ്മ തായി എന്നൊക്കെ വിളിക്കും എന്നുള്ളത്. ഇവിടുത്തെ ഒരു പൊതുബോധം അങ്ങനെയല്ല. തമിഴ്നാടിനോടോ കർണാടകയോടോ ആന്ധ്രയോടോ തെലങ്കാനയോടോ ഒന്നും ചേർന്ന് നിൽക്കുന്ന ഒരു പൊതുബോധം അല്ല നമ്മുടെ നാട്ടിലേത്. പ്രത്യേകിച്ച് പ്രബുദ്ധരെന്ന് നമ്മൾ സ്വയം വിളിക്കുന്നു, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നമ്മൾ സ്വയം വിളിക്കുന്നു, അത്തരത്തിൽ 100% ലിറ്ററസി എന്ന് നമ്മൾ പറയുന്നു. ഓരോ 150 കിലോമീറ്ററിലും ഓരോ ഇൻ്റർനാഷണൽ എയർപോർട്ടുള്ള നാടാണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻഡിഫറൻ്റ് ആയിട്ട് എപ്പോഴും നമ്മളെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ അമ്മയെ തായ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ വ്യത്യസ്തമാണ്. ഇവിടെ എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും അമ്മയെ തായ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചെരുപ്പൂരി അടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ വ്യത്യസ്തമാണ്. ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ഡിസിപ്ലിനാണ്, ഒരു ലൈംഗിക അവബോധമാണ്, ഒരു ലൈംഗിക വിദ്യാഭ്യാസമാണ്. അത് വളരെ വ്യക്തമായി പ്രകടമായിട്ട് ലാക്ക് ചെയ്യുന്നുണ്ട്. ലൈംഗിക അരാജകത്വം അത് കൃത്യമായിട്ട് ഞാൻ ഈ പർട്ടിക്കുലർ കേസിലേക്ക് വരികയാണ്. ഇപ്പോൾ മാർട്ടിൻ എന്ന് പറയുന്ന ഈ കേസിലെ 2ാം പ്രതി ഇപ്പോൾ 20 വർഷം ശിക്ഷ ലഭിച്ച് ജയിലിൽ കഴിയുകയാണ്.
അയാൾ ചിത്രീകരിച്ച ഒരു വീഡിയോയിലാണ് അതിജീവിതയുടെ പേര് പറയുന്നതും പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ നറേറ്റീവ് കൊണ്ടുവരുന്നതും. ഇത് വിധി പറഞ്ഞു കഴിഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ചർച്ചകൾക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹം കഴിഞ്ഞ 8 വർഷമായി ഇതുമായി മുന്നോട്ട് പോകുന്ന ഈ ഘട്ടത്തിൽ ഈ വീഡിയോ വന്നതും ഇത് ആരുടെ താല്പര്യത്തിന് വന്നതാണെന്നും എന്തുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ടുവെന്നും ആരൊക്കെ ഇതിൻ്റെ പ്രചാരകരായെന്നും എങ്ങനെ ഇത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ എത്തി എന്ന കാര്യങ്ങളിലുമൊക്കെ സമഗ്രമായ ഒരു അന്വേഷണം വേണം എന്നതിനോട് താങ്കൾ യോജിക്കില്ലേ? സമഗ്രമായ അന്വേഷണം വേണമെന്നൊക്കെ താങ്കൾ മാധ്യമങ്ങളിലൂടെ ഇരുന്ന് പറയും. ഇവിടെ റജി ലൂക്കോസിനെ പോലുള്ള ആളുകൾ വന്നിട്ട് ഇത്തരത്തിലുള്ള താരതമ്യപ്പെടുത്തലുകളൊക്കെ നടത്തും. പക്ഷെ അടിസ്ഥാനപരമായി ഇതിനൊക്കെ പരാതികൾ കൊടുക്കുന്ന ആളുകൾ ഞങ്ങളാണ്. ഇപ്പോഴും പരാതി കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഈ വീഡിയോ വന്നു, എവിടെ വെച്ച് ചിത്രീകരിച്ചു, ആരാണതിൽ സംസാരിക്കുന്നത്, മാർട്ടിൻ ഇങ്ങനെ സംസാരിച്ചു, മാർട്ടിൻ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്, ഇത് കോടതിയിൽ വന്നിട്ടുണ്ടോ, കോടതിയിൽ വരാതൊരു സംഗതിയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ജാമ്യം കിട്ടിയ ഉടൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അത് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ, െങ്കിൽ ആര് മുഖേന ഏത് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അന്നേ തന്നെ കോടതിയുടെ സുവമോട്ടോ പരിഗണനയിലേക്ക് വരേണ്ടതല്ലേ, അല്ലെങ്കിൽ പ്രോസിക്യൂഷനെങ്കിലും അത് കൊണ്ടുവരേണ്ടതല്ലേ, ആ ഒരു ആംഗിളിൽ പരിശോധിക്കേണ്ടതല്ലേ? ഇതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ടെന്നേ. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ നോക്കരുത്, രണ്ടാമത്തെ ഒരു ഭാഗം കൂടെ പറയാം. നിങ്ങളുടെ തന്നെ സഹപ്രവർത്തകരായിട്ടുള്ള മാധ്യമ സഹപ്രവർത്തകരായിട്ടുള്ള ഒരു ചാനൽ, ആ ചാനൽ ഇതിലെ ഒന്നാം പ്രതി എന്തായാലും ഇതിൽ ഒരു പ്രതി മാത്രമേ ഈ പെൺകുട്ടിയെ ഫിസിക്കലി അസോൾട്ട് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഫിസിക്കലി റേപ്പ് ചെയ്തിട്ടുള്ളൂ, അവിടെ അയാൾ മാത്രമാണുള്ളൂ എന്നുള്ളത് ആ വിധി വായിക്കുന്ന ആർക്കും വ്യക്തമാണല്ലോ, അദ്ദേഹമാണ്. പക്ഷേ 120B ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്ന സമയത്ത് എന്താണോ ഒന്നാം പ്രതി ചെയ്ത കുറ്റം അല്ലെങ്കിൽ മുഖ്യ കോൺസ്പിറേറ്റർ ചെയ്ത കുറ്റം, ആ കുറ്റം ആ ഇൻറ്റൻഷനോട് കൂടെ ആ ഉദ്ദേശത്തോടു കൂടെ അതിനെ സഹായിച്ച എല്ലാവർക്കും കിട്ടും എന്നുള്ളതാണ് നിയമ തത്വം എന്നുള്ളത് കൊണ്ടാണ് ഇവരെല്ലാവരും റേപ്പ് ചെയ്തു, റേപ്പിസ്റ്റുകളാണ്, ഈ മാർട്ടിൻ തുടങ്ങി 6ാം പ്രതി വരെ റേപ്പിസ്റ്റുകളാണെന്ന് പറയുന്നത്. പക്ഷെ അതിൽ ഫിസിക്കൽ അസോൾട്ട് നടത്തിയിട്ടുള്ള ഒരേ ഒരാൾ എന്ന് പറയുന്നത് മാർട്ടിനാണ്. ഹീനിയസ് ക്രൈം, അതാണ് അന്ന് ശിക്ഷാവിധിക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ചോദിച്ചത്. ഞാൻ പറയുന്നത് ഇയാൾ 7 അല്ല അതിലേക്ക് സോറി പൾസർ സുനി കറക്റ്റ്. അപ്പോൾ അദ്ദേഹത്തിന് വച്ചിട്ട് അദ്ദേഹത്തിന് 7 വർഷത്തിന് ശേഷം ഇത്രയും വലിയൊരു ലോങ് പെൻഡിങ് ട്രയൽ ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ലാപ്സസ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുണ്ടായതുകൊണ്ട്, സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതുകൊണ്ട് വി ആർ ഇൻക്ലൈൻഡ് ടു ഗിവ് ഹിം ബെയിൽ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന് സെഷൻസ് കോടതിക്ക് എന്ത് മാനദണ്ഡങ്ങളും കണ്ടീഷൻസും പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ 7 വർഷത്തിന് ശേഷം പൾസർ സുനിക്ക് 1ാം പ്രതിക്ക് ഒരേ ഒരു ഫിസിക്കൽ അസോൾട്ട് നടത്തിയിട്ടുള്ള ആൾക്ക് ജാമ്യം കിട്ടുന്നു. എന്താ നിങ്ങളുടെ ഒരു സഹപ്രവർത്തകരും ആ ചാനലും ചെയ്തത്? നാളെ കേരളം ഞെട്ടും, 7 മണിക്കോ 8 മണിക്കോ ആറ്റയാണ് ഞെട്ടും എന്ന് തലേ ദിവസം 8 മണിക്കാണ് പറഞ്ഞത്. അങ്ങനെ ഒരു രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് മലയാളികൾ കാത്തിരുന്നു. രാവിലെ ഞെട്ടി. എന്താ സംഭവിച്ചത്? പൾസർ സുനിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ, 1ാം പ്രതിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ എന്താണ്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കണ്ടീഷൻ വൈൽ ഗ്രാൻഡിങ് ബെയിൽ ടു ഫസ്റ്റ് അക്യൂസ്ഡ്. വിചാരണ കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു മീഡിയയോട് സംസാരിക്കരുത്, നെവർ ഡിസ്ക്ലോസ് എനിത്തിങ് റിലേറ്റഡ് ടു ദിസ് ക്രൈം, ഒരു കാര്യവും സംസാരിക്കരുതെന്ന് പറഞ്ഞു. അരമണിക്കൂർ അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് 5 മിനിറ്റ് വെച്ചിട്ട് ഒരു പകൽ മുഴുവൻ സെൻസേഷണലായിട്ട് ഈ നിങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ഒരു മാധ്യമത്തിൻ്റെ ആൾ മിസ്റ്റർ റോഷി പാൽ ഇങ്ങനെ ചർച്ച ചെയ്ത് കൊണ്ടുപോയില്ലേ ഒളി ക്യാമറയാണെന്ന് പറഞ്ഞിട്ട്. എവിടെയാണ് നിങ്ങൾ ഒളി ക്യാമറ കണ്ടത്? അത് ഒളി ക്യാമറയായിരുന്നു. പിന്നീട് നിങ്ങൾക്ക് വ്യക്തമായില്ല അത് ഒളി ക്യാമറയല്ല എന്ന്. എങ്ങനെ? ഏറ്റവും അവസാനം ഇവർ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയിട്ടുള്ള ഒരു ഭാഗമുണ്ടായിരുന്നു. എന്താണത്? റോഷി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് റോഷി ചേട്ടൻ്റെ തോളിൽ അങ്ങ് തട്ടിയിട്ട് പൾസർ പറയുന്നത്, അന്ന് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്ന ഞാൻ രേഖാമൂലം സംസ്ഥാന DGPക്ക് കൃത്യമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ഇമെയിലിൽ. റോഷി പാലിനെ വെച്ചിട്ട്, റിപ്പോർട്ടർ ചാനലിനെ വെച്ചിട്ട് ഇയാൾ മുഴുവൻ ബെയിൽ കണ്ടീഷനും റദ്ദാക്കി എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഞാൻ ലെറ്റർ പെറ്റീഷൻ അയച്ചിട്ടുണ്ടല്ലോ. അന്ന് ഞാൻ പൊതുമധ്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ഒന്നും വികാരം അന്ന് ആരുടെയും റജി ലൂക്കോസിൻ്റെയും നിങ്ങളുടെ ഒന്നും വികാരം വ്രണപ്പെട്ടിട്ടില്ലല്ലോ. 1ാം പ്രതിയെ വളരെ കൃത്യമായിട്ടൊരു സേഫ് സോണിൽ വെക്കുന്ന ഒരു പൊതുബോധം കൂടെ കേരളത്തിലുണ്ട്. സുനിയേട്ടനെ കുറിച്ച് ആരും ഒന്നും പറയാനില്ല, റോഷി ചേട്ടനും പറയാനില്ല. ശരി, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചത് ഒരു പ്രധാനപ്പെട്ട നിയമലംഘനത്തിന്റെ കാര്യം കൂടിയാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അതിജീവിതയുടെ പേര് ഈ പറഞ്ഞതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നതിനെയും
ഇതുമായി തുലനം ചെയ്താണോ താങ്കൾ കാണുന്നത്? ഇതുപോലെ പരിഗണിച്ചാൽ മതി എന്നാണോ, അതോ ഇതൊന്നും പരാതിപ്പെട്ടിട്ട് കാര്യമില്ല എന്നാണോ? എവിടെയാണ് താങ്കളുടെ പരിദേവൻ? ഒരിക്കലുമല്ല. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോ തന്നെ ഉണ്ടല്ലോ അതിൽ. BNS 72 ഉണ്ടല്ലോ. BNS 72 എന്താ പറയുന്നത്? ഒരു റേപ്പ് വിക്ടിമിൻ്റെ അല്ലെങ്കിൽ അത്തരം ഹീനിയസ് ക്രൈമിൻ്റെ ഒരു വിക്ടിമിൻ്റെ പേര് ആരെങ്കിലും ഇൻറ്റൻഷനലി ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തൗട്ട് പ്രയർ ഇൻ റൈറ്റിംഗ് കൺസെൻറ്റ് ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ particular he will be or she will be booked under section 72 of Bharatiya Nyaya Samhita. No doubt in that. അത് ഞാൻ പറഞ്ഞാലും ഗോപീഷ്ണൻ പറഞ്ഞാലും ഒക്കെ ഇവിടെ ഉള്ളതാണ്. അത് ബുക്ക് ചെയ്യപ്പെടും. until and unless ഒന്നുകിൽ അവരത് റിട്ടേൺ പെർമിഷൻ കൊടുക്കണം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിൽ അവർ അൺസൗണ്ട് മൈൻഡഡോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് ആ കൺസെൻറ്റ് കൊടുക്കാൻ പറ്റാത്ത ഒരാളോ ആയിരിക്കണം. അതർവൈസ് മരണപ്പെട്ടു പോയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കണം. അത്തരത്തിലുള്ള കണ്ടീഷൻസ് ഒക്കെ വളരെ കൃത്യമായിട്ട് BNS 72 പറയുന്നുണ്ടെന്ന് അത് അൺഡിസ്പ്യൂട്ടഡ് അല്ലേ? അതിജീവിതയെ അപമാനിച്ച കേസിലാണ് രാഹുൽ ഈശ്വർ ജയിലിൽ കടന്നത്. ഇവിടെ ഇപ്പോൾ ജയിലിലായിരിക്കുന്ന ഈ രണ്ടാം പ്രതിയുടെ വീഡിയോ ദൃശ്യങ്ങളാണ് അതിജീവിതയുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മുഖ്യ ആസൂത്രകൻ ആരാണ് എന്ന് കണ്ടെത്തേണ്ടതല്ലേ? ആരാണ് ഇതിന് പിന്നിൽ? ഇപ്പോൾ ഈ വീഡിയോ ചിത്രീകരിച്ചതുപോലെ തന്നെ കുറ്റമാണല്ലോ ഇത് പ്രചരിപ്പിച്ചവർക്കുമുള്ളത്. ഇപ്പോൾ മാസ്റ്റർ കോൺസ്പിറേറ്റർ എന്ന് കുറ്റപത്രത്തിൽ പറഞ്ഞ 8ാം പ്രതി തെളിവുകളുടെ അഭാവത്തിൽ അവരെല്ലാം കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഇതിലെ കോൺസ്പിറേറ്ററെ കൂടി കണ്ടെത്തേണ്ടതല്ലേ? അതെ. രാഹുൽ ഈശ്വറിൻ്റെ കേസിൽ സംഭവിച്ചതുപോലെയുള്ള തെളിവ് ശേഖരണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇപ്പോൾ തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സപ്പോസ് ഒരു പ്രതിയെ ഈ വകുപ്പുകൾ പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്യുക. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ആളിനെ അറസ്റ്റ് ചെയ്യാൻ അയാളെ കസ്റ്റഡിയിൽ വാങ്ങാൻ കഴിയും. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള അവകാശം പോലീസിനുണ്ട്. അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ ഈ പറയുന്ന ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഇത് ഇൻസ്ട്രുമെൻ്റ് ചോദ്യം എടുക്കാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെ വെച്ചാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെട്ടത്, എന്തുകൊണ്ടാണ് ഈ ഒരു സന്ദർഭം അത് പുറത്തേക്ക് വരാൻ വേണ്ടി തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആരാണ്, എന്തിനു വേണ്ടിയാണ് അവർ ചിത്രീകരിച്ചത്? ഈ പറഞ്ഞതുപോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ശുദ്ധികലശത്തിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ ആരെങ്കിലും സമൂഹത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്? എന്താണ് നമ്മൾ ഇപ്പോഴേ ഒരു കൺക്ലൂഷനിലെത്തേണ്ട കാര്യമില്ല. എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ച് അതിൻ്റെ ഉറവിടം കണ്ടെത്തണം. അത് കഴിയും. കാരണം ഈ സെക്ഷനിലും അതിനുള്ള പ്രൊവിഷനുണ്ട്. അപ്പോൾ ഇയാൾ നിഷ്കളങ്കമായി ഇയാൾ തന്നെ അത് അയാളുടെ മനസ്സിൽ നിന്ന് പറഞ്ഞതാണോ, അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശം അതിനുണ്ടോ, അതിൻ്റെ പിന്നിലാരെങ്കിലും ആ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കണം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ഒരു അതിജീവിത ഇത്രയേറെ വേദന അനുഭവിച്ച ഹൃദയഭേദകമായ ഒരു സംഭവങ്ങളുണ്ടായി, അതിനുശേഷം അവർക്കുണ്ടായിരിക്കുന്ന സെറ്റ് ബാക്സ്, അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പോലെ തെളിവുകൾ പലപ്പോഴും നമുക്ക് അറിയാം. സസ്പീഷൻ ഹൗവർ സ്ട്രോങ് ദാറ്റ് ഈസ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ലീഗൽ എവിഡൻസ് എന്ന് പറയുന്നത് പോലെ ഈ ചില കാര്യങ്ങളൊക്കെ വെച്ച് കോടതിയിൽ അത് അന്തിമമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു കോടതി വിധി അന്തിമമാണെങ്കിൽ നമുക്ക് ഒരു കോടതി മതിയല്ലോ. എത്രയോ കോടതി വിധികൾ നമുക്കറിയാം. നമ്മുടെ കോടതിയുടെ ഈ കേരളത്തിൻ്റെ ക്രിമിനൽ കേസുകളുടെ നാൾവഴികൾ പരിശോധിച്ചാൽ നമുക്കറിയാവുന്ന വളരെ അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പല കോടതി വിധികളും അത് വീണ്ടും അപ്പീലിൽ തിരിച്ചു മാറിയിട്ടുള്ള ചരിത്രമാണ് നമുക്കുള്ളത്. തിരിച്ചും ട്രയൽ കോടതി വിധി മാറിയിട്ടുണ്ട്, സുപ്രീം കോടതി തിരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള നിരവധി ചരിത്രങ്ങൾ ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു മർഡർ കേസിൽ വെറുതെ ശിക്ഷിച്ച 6ഓളം CPMകാരായിട്ടുള്ള പ്രതികളെ ഒരു വെറുതെ വിട്ടു ഇന്നലെ. അതിൽ 3 സാക്ഷികളുടെ മൊഴി വിശ്വസിച്ചുകൊണ്ടാണ് വിചാരണ കോടതി അവരെ ശിക്ഷിച്ചത്. ആ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി അപ്പോൾ തിരിച്ചും കണ്ടെത്താം. അപ്പോൾ അത്തരത്തിൽ 2 ജഡ്ജിമാർ അടങ്ങുന്ന മർഡർ കേസ്, ഇത് സിംഗിൾ ബെഞ്ചായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വിധികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതല്ല ഇവിടുത്തെ വിഷയം. അത് ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാകുമ്പോൾ ആ ജഡ്ജ്മെൻറ്റിനെ നമുക്ക് വിമർശിക്കാം, ജഡ്ജിയെ വിമർശിക്കാൻ പാടില്ല. ആ ജഡ്ജ്മെൻറ്റിലെ ഇൻഫോർമിറ്റികൾ വലിയ ബ്രോഡർ ക്യാൻവാസിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉൾപ്പെടെ അതിൻ്റെ അപ്രീസിയേഷൻ ഓഫ് എവിഡൻസിനെ കുറിച്ചെല്ലാം അതിൻ്റെ മൂലക്കല്ല് വരെ വെച്ചുകൊണ്ട് വളരെ വിദഗ്ധമായി കൂടുതൽ നിയമപ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഹൈക്കോടതിയിൽ വാദിക്കാൻ കഴിയും. അത് 2 കൂട്ടർക്കുള്ള അവകാശമുണ്ട്. അതല്ല ഇവിടുത്തെ ഇഷ്യൂ. ഇവിടുത്തെ ഇഷ്യൂ ഈ അതിജീവിതയെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അവരെ അപമാനിക്കുവാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങളെ നമ്മൾ മറ്റേതെങ്കിലും ഇഷ്യൂവുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഈ ഒരു അവസരത്തിൽ അത് ബോധപൂർവം തന്നെയാണ്. അത് തീർച്ചയായിട്ടും അത് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ പോലീസിനുണ്ട്.
ആ വലിയ ഉത്തരവാദിത്തമുണ്ട്. അത് നമ്മൾ ഉത്തരവാദിത്തം ഇല്ല എന്ന് പറഞ്ഞ കാര്യമില്ല. കാരണം പ്രോസിക്യൂഷൻ്റെ കാര്യമായാലും ശരി, പോലീസിൻ്റെ കാര്യമായാലും ശരി, ഒരു കേസ് തെളിയിക്കാനുള്ള ബർഡൻ പോലീസിനാണ്. അത് ഇൻവെസ്റ്റിഗേഷൻ ഈസ് എ ആർട്ട് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഒരു ആർട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. തെളിവുകൾ അത് പല ഓഫീസേഴ്സിനെയും നമുക്കറിയാം, പല കേസുകളിലും തെളിയിച്ച ചരിത്രങ്ങൾ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആർട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ. തെളിവുകൾ സമാഹരിക്കണം. തെളിവുകൾ സമാഹരിക്കാതെ കോടതിയിൽ വന്ന് കേസ് വെറുതെ വിടുക, അല്ലെങ്കിൽ ഞങ്ങൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞതുപോലെ ഞാൻ സൂചിപ്പിക്കാൻ കാരണം, ഈ ഒരു ഇഷ്യൂ ആയാലും ശരി, നമ്മൾ അതിജീവിതയോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് ഉണ്ട് എന്ന് അതിൻ്റെ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് ബോധ്യപ്പെടുത്തണമെങ്കിൽ അതിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. സമഗ്രമായ അന്വേഷണം നടത്തി ഈ ഇഷ്യൂ ഇപ്പോൾ അതിജീവിത മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് കാണുകയും ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹവുമായി വളരെ സുദീർഘമായി സംസാരിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലുണ്ട്. അപ്പോൾ അത് ആ ഒരു അർത്ഥത്തിലേക്ക് നമ്മുടെ പോലീസും ഉയർന്ന് പ്രവർത്തിക്കേണ്ട ഒരു അവസരം അവർക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ആ അവസരത്തിന് ഉയർന്ന് പ്രവർത്തിച്ച് യഥാർത്ഥ വസ്തുതകൾ ഇതിൽ പുറത്തു കൊണ്ടുവരണമെന്ന് മാത്രമല്ല, ഇത് ആർക്കും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് അത് അതിജീവിതമാർക്കെതിരെന്നല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ശരി, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാലും ശരി, എന്തും ആർക്കുമെതിരെ പറയാം, ആരെയും അപമാനിക്കാം എന്നുള്ളൊരു പ്രവണത അനിതര സാധാരണമായി നമ്മുടെ കേരള സമൂഹത്തിൽ ഇന്ന് പടർന്നു പിടിച്ചിട്ടുണ്ട്. അതിന് അറുതി വരുത്തിയേ പറ്റൂ. അല്ലെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തും പറയാം, എന്ത് വൃത്തികേടും ആരെക്കുറിച്ചും എഴുതി വെക്കാം, ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാം എന്നുള്ള രീതിയിൽ അതിനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതിനുവേണ്ടിയുള്ള പൈസ മുടക്കുന്ന ആളുകളുണ്ട്. അത്തരക്കാരെ എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു പ്രധാന ഒരു പോലീസിന് ലഭിച്ചിരിക്കുന്ന ഒരു അവസരമാണ്. ആ സുവർണാവസരം അവർ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ കേസിൽ ഈ അതിജീവിതക്കെതിരെ നടത്തുന്ന ഈ സൈബർ ആക്രമണം അവസാനിപ്പിക്കുക മാത്രമല്ല, അതിൻ്റെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കൂടി തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അഡ്വക്കേറ്റ് ഷാനിബ്, ഇപ്പോൾ ഈ കേസിലെ വിധി വന്ന ശേഷവും മഞ്ജു വാര്യരുടെ ഒരു പ്രതികരണം അതിജീവിത പറഞ്ഞ ശേഷം തൊട്ടു പിന്നാലെ വന്നത്, ഇതിലെ ആസൂത്രകരായിരുന്ന ആളുകൾ അവർ ഇപ്പോഴും പകൽ വെളിച്ചത്തിൽ നമ്മളോടൊപ്പം ഉണ്ട് എന്നത് തൊഴിലിടത്തിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒന്നാണ് എന്നാണ്. ഇപ്പോൾ ഈ വിധിപ്പകർപ്പ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക, മതിയായ പര്യാപ്തമായ തെളിവുകളുടെ അഭാവത്തിലാണ് ഈ 7 മുതൽ 10 വരെയുള്ള പ്രതികൾ മോചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞ പല കാര്യങ്ങളും കോടതിക്ക് മുൻപാകെ കോടതിയെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ തെളിവുകളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്നതിലെ വീഴ്ചയാണ് യഥാർത്ഥത്തിൽ ഇവർ മോചിക്കപ്പെടാനുള്ളൊരു കാരണമെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മാർട്ടിൻ്റെ ഈ വീഡിയോ വന്നതിന് പിന്നിൽ മറ്റൊരു മാസ്റ്റർ ബ്രെയിൻ പ്രവർത്തിച്ചിട്ടുണ്ടാകില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക എന്നതല്ലേ, അവരെ ശിക്ഷിക്കുക എന്നതിനല്ലേ മുൻഗണന നൽകേണ്ടത്? അതിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണോ? ഒട്ടുമല്ല. കാരണം ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം, വി വിൽ നോട്ട് ബി ഏബിൾ ടു ഫൈൻഡ് ദി മാസ്റ്റർ ബ്രെയിൻ. കാരണം ഈ കേസിലായാലും ഇപ്പോൾ ഈ മാർട്ടിൻ്റെ ഈ വീഡിയോയുടെ കേസിലായാലും ഇതിലും കൂടുതൽ കൃത്യമായിട്ട് പറഞ്ഞൊരു കേസിൽ ആ ആസൂത്രകൻ എന്ന് പറയുന്ന ആൾ വളരെ കൃത്യമായിട്ട് രക്ഷപ്പെട്ടു. എക്സ് ഓർ വൈ വളരെ കൃത്യമായിട്ട് ഇത് ആസൂത്രകനുണ്ട്. ഇതൊരു കൊട്ടേഷൻ കൊടുത്തൊരു റേപ്പ് കേസാണ്. കൊട്ടേഷൻ കൊടുത്ത റേപ്പ് കേസിൽ കൊട്ടേഷൻ കൊടുത്ത ആളെ കണ്ടുപിടിക്കാൻ പറ്റാതെ കൃത്യമായ വീഴ്ച നമ്മളുടെ സർക്കാർ സംവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മളുടെ ആഭ്യന്തര വകുപ്പിനോ ഈ കേസിലും ആസൂത്രകനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും കൃത്യമായിട്ടുള്ളൊരു കേസിൽ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. ഞാൻ വീക്കാണെന്ന് തന്നെ പറയുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റേപ്പ് കേസിൽ ഈ കൊട്ടേഷൻ കൊടുത്ത ആളെ മാത്രം ശിക്ഷിക്കാൻ പറ്റില്ല. അയാൾക്കെതിരെ തെളിവുകൾ അപര്യാപ്തമാണ്. അത്രയ്ക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ഇതൊരു കേസാവുമെന്ന് പോലും അറിയാതിരുന്ന സമയത്ത് ഇത്രയും കൃത്യമായി വെൽ പ്ലാൻഡ് ആയിട്ട് ഇത് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഇത്രയും ഫേസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇത്രയും നിയമ സംവിധാനം ഫേസ് ചെയ്തു, അയാൾ ഈ കോടതിയിൽ പോയി, അയാൾ പ്രതിയായി, ഇത്രയും നഷ്ടങ്ങളും നാശങ്ങളും അയാളുടെ കരിയറിലുണ്ടായി, അയാൾ ഒരുപാട് അനുഭവിച്ചു. അതിനുശേഷം അയാൾ അത് കൃത്യമായ പ്ലാനിങ്ങോടെ അല്ല ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒന്നും എക്സ്പെക്ട് ചെയ്യാത്തൊരു സമയത്ത് അവർ വിചാരിച്ചത് മറ്റാരെയോ പോലെ അല്ലെങ്കിൽ ഇതിനു മുൻപ് അവർക്കുണ്ടായ എക്സ്പീരിയൻസിൽ ഇനിയും പുറത്തു വരാത്ത അതിജീവിതമാരെ പോലെ ഈ പറയുന്ന നടിയും മിണ്ടാതെ പിന്മാറിയേനെ എന്ന വിചാരത്തിൽ അവർ ചെയ്തൊരു കാര്യം, അതിൽ പോലും അത്രയും വീക്കായിട്ടുള്ള ഒരു പ്രോസിക്യൂഷൻ കേസ്, ഒരു രീതിയിലും പ്രോബബിൾ അല്ലാത്ത, ഒരു രീതിയിലും അയാളെ ശിക്ഷിക്കാൻ പറ്റാത്ത, കോടതിക്ക് യാതൊരു രീതിയിലും അയാളിലോട്ട് എത്താൻ പറ്റാത്ത ഒരു പ്രോസിക്യൂഷൻ കേസ്, ഒരു രീതിയിലും ശിക്ഷിക്കാൻ പറ്റാത്തൊരു പ്രോസിക്യൂഷൻ കേസ്, ആസൂത്രകനെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു രീതി, ആ ഒരു രീതിയിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇത്രയും കൂടുതൽ ക്ലെവറായി നിൽക്കുന്ന ആ വ്യക്തിയെ എങ്ങനെയാണ് നമ്മൾ ആ വ്യക്തിയിലോട്ട് ട്രേസ് ബാക്ക് ചെയ്യുക? എങ്ങനെയാണ് നമ്മുടെ ഗവൺമെന്റിന് പറ്റുക? എങ്ങനെയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പിന് പറ്റുക? അവർ തറലി ഫെയിൽ ആയിട്ടുണ്ടല്ലോ ഓൾറെഡി. പിന്നെ എങ്ങനെയാണ് നമ്മൾ അവരെ വിശ്വസിക്കുന്നത് ഈ കാര്യത്തിൽ? ഐ ഡോണ്ട് തിങ്ക് സോ.
ശ്രീ റിജി ലൂക്കോസ്, മാസ്റ്റർ കോൺസ്പിറേറ്ററെ കോടതിക്ക് മുന്നിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതുപോലെ തന്നെ ഇതിലെയും മാസ്റ്റർ ബ്രെയിൻ പോലീസ് കണ്ടെത്താൻ പോകുന്നില്ല എന്നാണ് അഡ്വക്കേറ്റ് ഷാനിബ അലി പറഞ്ഞത്. അക്കാര്യത്തിൽ ഒട്ടും തന്നെ ഒരു ഒപ്റ്റിമിസ്റ്റിക് അല്ല എന്നാണ് അഡ്വക്കേറ്റ് ഷാനിബ പറഞ്ഞത്. അങ്ങനെ പ്രജുഡീസായിട്ട് ഒരു നിഗമനത്തിലെത്താനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയാണ് നമ്മുടെ നിയമവ്യവസ്ഥയും കോടതിയും നമ്മൾ വിശ്വസിക്കുന്നില്ല എന്ന് പരസ്യമായിട്ട് പറയേണ്ടി വരും. ഇവിടെ മാസ്റ്റർ ബ്രെയിൻ മാസ്റ്റർ ബ്രെയിൻ എന്നിപ്പോൾ ആരോപിക്കുക അല്ല മാഡം, ഞാനത് തന്നെ ഉദ്ദേശിച്ചത്. നിയമവ്യവസ്ഥയല്ല, പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. അല്ല, പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് ആ വിധിന്യായം വായിച്ചാൽ ബോധ്യമാവുമെന്ന് ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞപ്പോൾ അങ്ങേക്ക് മനസ്സിലായില്ല നിലപാടെന്താണെന്നുള്ളവരോ. പിന്നെ വീണ്ടും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതായത് ഗൂഢാലോചന കണ്ടുപിടിക്കുക ഞാനൊരു നിയമത്തിനല്ലെങ്കിൽ ഇന്ത്യയിൽ നിയമപ്രകാരം അത്ര ബുദ്ധിയുള്ള അത്ര എളുപ്പമല്ല, ഒരു പരിധി വരെ അത് അസാധ്യമാണെന്നാണ് നിയമവിദഗ്ധരെല്ലാം പറയുന്നത്. ഞാനുമായിട്ട് സംസാരിച്ചിട്ടുള്ള സകല അതുപോലെ ഈ ചാനലിലൊക്കെ ഒന്ന് പറയുന്നത് അതാണ് എൻ്റെ വിശ്വാസം. ഗൂഢാലോചന കണ്ടുപിടിക്കുക തെളിയിക്കുക അത്ര എളുപ്പമല്ല. ഇനി അങ്ങനെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പർ കോടതിയിൽ പോകാം. അപ്പർ കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ സകല തെളിവുകൾ അവിടെ ഹാജരാക്കി, കയ്യിലുള്ള തെളിവുകളെല്ലാം ഹാജരാക്കി അവിടെ വാദിക്കാം. കോടതിക്ക് അങ്ങനെ ഒരു നിഗമനത്തിലെത്തി തെളിവ് ചെയ്തുകൊണ്ടെന്നുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ. കേരള ഇരു കൈ നീട്ടിയ സ്വാഗതം ചെയ്യും. ആ പക്ഷത്താണ്, അതായത് ഈ അതിജീവിത പക്ഷത്തെ ഞങ്ങളൊക്കെ. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പെരുമന ആദ്യഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ സാഗൂതം കേട്ടു. അദ്ദേഹം സത്യസന്ധമായിട്ട് ഞാൻ പറയാം, എൻ്റെ ഭാഷാ പരിജ്ഞാനക്കുറവുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ആരുടെ ഒപ്പമാണെന്നുള്ളവരും എനിക്ക് ബോധ്യമായിട്ടില്ല. അദ്ദേഹം ഇടയ്ക്ക് എന്നോടൊപ്പം ഞാൻ പറഞ്ഞതിനോടൊപ്പം എന്ന് പറയുന്നു, പിന്നെ പറഞ്ഞു എന്നെപ്പോലുള്ളവർക്ക് വികാരം കൊണ്ടില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പറയുന്നു, സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അറിവ് കുറവുകൊണ്ടായിരിക്കും, കേൾവി കുറവുണ്ടോ അല്ലെങ്കിൽ ഭാഷാ പരിജ്ഞാനക്കുറവുകൊണ്ടായിരിക്കാം. അതേ ആർക്കൊപ്പമാണ്, ഈ അതിജീവിക്കൊപ്പമാണോ ഈ വേട്ടക്കാർക്കൊപ്പമാണോ എന്നുള്ളവരും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി അതിബുദ്ധിമാന്മാരെ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഇനി തുടരാം. അതായത് ഇവിടെ നമ്മളുടെ മുമ്പിലുള്ള വസ്തുത ഇവിടെ അവിടെയാണ് ലളിതമായ ഭാഷയിൽ ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറഞ്ഞു ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് തമ്പി സാറ്. അതാണ് കേരളം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കാരണം നമ്മളിവിടെ ഇങ്ങനെ ഉട്ടോപ്യ ഭാഷയിൽ അന്ന് ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ കുറേ ഡെഫിനേഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിൻ്റെ പൊതുസമൂഹം വളരെയധികം പാനിക്കാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോകും. ഇനി ഇവിടെ എല്ലാവരും പറയും പരിഷ്കൃത പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇതൊന്നും പ്രശ്നമല്ലെന്ന് പറയും. നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി തെറ്റി. ആ രാജ്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതും കുറേ ദിവസമൊക്കെ ഞാനൊക്കെ ജീവിച്ചിട്ടുള്ള ആളാണ്. അവിടെയൊന്നും പോയൊന്നും ഇങ്ങനെയൊന്നും വേട്ടയാടാൻ പറ്റത്തില്ല. അവിടെയൊന്നും നിങ്ങൾ പോയി ഒരു ഓപ്പൺ വേദിയിൽ അവർ ചിലപ്പോൾ ഫ്രീഡം കൊണ്ട് അവരുടെ ഓപ്പൺനെസ്സിൽ അവർക്ക് പോകാനുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷേ ഒരു അതർ പേഴ്സൺ ഡിസ്റ്റർബ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അയാൾ ജയിലിലാ. ഇവിടെ അങ്ങനെയാണോ? ഇവിടെ ആർക്കും ആരെ എന്ത് വൃത്തികേടുകളും പൊതുവേദിയിലും പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും പറയാൻ പറ്റുന്ന ഒരു പൊതുബോധം, അതാണ് ആ വാക്യം ആവർത്തിച്ച് പറയുന്നത്. സൃഷ്ടിക്കപ്പെട്ടതിൽ നിന്നും ഈ സമൂഹത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കടമ. ഇല്ലെങ്കിൽ അരക്ഷിതാവസ്ഥയാണ്. ഞാൻ നിങ്ങളുടെ ഉദാഹരണം പറയാം, ഒറ്റ സെന്റൻസിൽ പറയാം. ഞാനൊരു 4 വർഷം മുമ്പ് കാനഡയിൽ പോയപ്പോൾ ഒരു പെൺകുട്ടി, മലയാളി, എൻ്റെ നാട്ടുകാരിയാണ്, എനിക്ക് പക്ഷെ പരിചയപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആ കുട്ടി ഒരു റെസ്റ്റോറൻറ്റിൽ, എൻ്റെ ഒരു മലയാളി ഫ്രണ്ട് റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, കുട്ടി എങ്ങനെയാണ് തിരിച്ചു പോകുന്നുണ്ടോ, ഈസ് ബിലോങ്സ് ടു എ വെരി റിച്ച് ഫാമിലി. ആ കുട്ടി പറഞ്ഞൊരു വാക്ക് നിങ്ങളുടെ ചെവിയിലേക്ക് പറയാം, നിങ്ങൾക്ക് അറിയാതെ വരിക. അവിടെ എങ്ങനെയാണ് പുറത്തിറങ്ങാൻ പറ്റുന്നത്? ഇതുപോലെ പരസ്പരം വായി നോക്കുന്നവർ, പരസ്പരം ബോധന ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് നടക്കാൻ പറ്റുമോ? ഇവിടെ എന്ത് സുഖമെന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ തലമുറ. അല്ലാണ്ട് നമ്മുടെ ഈ തലമുറ ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ടല്ല പുറത്തേക്ക് പോകുന്നത്. ഈ പർട്ടിക്കുലർ കേസിൽ ഇപ്പോൾ നമുക്ക് വേണ്ടത് ഇതിലെ ഈ വീഡിയോ ഇറങ്ങിയത് ആർക്ക് വേണ്ടിയാണ്, ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, ആരൊക്കെയാണ് ഇതിന്റെ പ്രചാരകരായി മാറിയത്, ആരൊക്കെയാണ് ഇത് ഷെയർ ചെയ്തിട്ടുള്ളത്, ആരൊക്കെയാണ് ഇത് അതിജീവിതയെ അപകീർത്തിപ്പെടുത്താനുള്ള ആയുധമാക്കി ഉപയോഗിച്ചിട്ടുള്ളത്, അവരുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുകയാണ്. ഇവിടെ ഈ നിയമരംഗത്തുള്ളവർ പറഞ്ഞതുപോലെ ഈ ശരിയായ നിയമമുണ്ട്, നടപടി ആവശ്യമാണ്, അത് ശിക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. ശ്രീജിത്ത് പെരുമന, ഇപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ ഈ വീഡിയോ വന്നു, ആരാണ് ഇതിന് പിന്നിൽ, ആരൊക്കെ പ്രചരിപ്പിച്ചു എന്നൊക്കെയാണ്. താങ്കളുടെ അഭിപ്രായത്തിൽ ഇതിൽ നടക്കുന്ന അന്വേഷണത്തിലൂടെ ആർക്കൊക്കെതിരെയാണ് നടപടി വേണ്ടത്?
ഞാൻ ഗോപികൃഷ്ണൻ്റെ ആ സ്പെസിഫിക് ക്വസ്റ്റിനോട് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ മിസ്റ്റർ റജി ലൂക്കോസിൻ്റെ ആ ഒരു പരാമർശങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മറുപടി പറഞ്ഞിട്ട് പോകാം. അതായത് അദ്ദേഹം പറഞ്ഞത് ഞാൻ ആരോടൊപ്പമാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഞാനും ഗോപികൃഷ്ണനൊക്കെ പിന്നെ ചർച്ച തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഈ 2017 ഈ ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഗോപികൃഷ്ണൻ പല ചാനലുകളിൽ മാറി മാറി വരുന്നുണ്ട്. നമ്മളെല്ലാം ഞാനും ഉണ്ടായിരുന്നു. അപ്പം ഈ 9 വർഷം പലപ്പോഴും പല ചാനലുകളിലും ഒക്കെ ഞാനുണ്ടായിട്ടുണ്ട്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ റജി ലൂക്കോസൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാമത് അതിലെവിടെയും എൻ്റെ വായിന്ന് ഒരു ടങ് സ്ലിപ്പ് എന്നുള്ളത് ഈ വിഷയം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം പോലും ചാനൽ ചർച്ചകളിലുള്ള ഒരാളാണ് ഞാൻ. ഞാനാണ് ഇതിനകത്ത് ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തത്. പിറ്റേ ദിവസം പോലും ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിലാണെന്നാണ് പറഞ്ഞത്. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഗോപികൃഷ്ണൻ ഞാനുള്ള ചർച്ചകൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ അജ്ഞത എന്നുള്ളിടത്തേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവിടം തൊട്ടിട്ട് ഇവിടം വരെ ഏതെങ്കിലും തരത്തിലൊരു ടങ് സ്ലിപ്പ് എന്നുള്ള രീതിയിലെങ്കിലും ഈ അതിജീവിതയെ ഏതെങ്കിലും രീതിയിൽ ക്രൂശിക്കുന്ന രീതിയിലോ മോശമാക്കുന്ന രീതിയിലോ പേര് പറയുന്ന രീതിയിലൊക്കെ വന്നിട്ടില്ല. അതിനപ്പുറത്തേക്ക് അവതാരകർ മോഡറേറ്റർമാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈവൻ പിന്നെ അതിജീവിതയുടെ അഭിഭാഷക രാമൻപിള്ള സാറിനോട് ആദ്യ പ്രതികരണം എടുക്കുമ്പോൾ അറിയാതെ വന്നുപോയി, അദ്ദേഹം അവിടുന്ന് നിശബ്ദത പാലിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ പോലും വരാത്ത ഒരാളാണ് എന്ന് മാത്രമല്ല ഈ അതിജീവിതമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഒടുവിൽ അതും കൂടെ പറഞ്ഞ് സൂചിപ്പിക്കാണ്ട് പോകാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ ആ ആൻസറിലേക്ക് വരാം. ബാലചന്ദ്രകുമാർ ഇതിലെ ക്രൂഷ്യൽ ആയിട്ടുള്ള PW 222 അല്ലേ? ഈ ബാലചന്ദ്രകുമാർ ഏറ്റവും കൂടുതൽ ഞാൻ ദിലീപ് അനുകൂലിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് അനുകൂലി എന്ന് ഒരിക്കൽ മീഡിയ വണ്ണിൽ എഴുതി പ്രമോദ് രാമൻ വെച്ചപ്പോൾ ആ ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളാണ് ഞാൻ. കാരണം ഞാൻ മീഡിയ അനുകൂലിയല്ല, എന്നെ അഭിഭാഷകൻ എന്നുള്ള രീതിയിലാണ് വിളിച്ചത്. എന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരുത്തിയാൽ മതി എന്ന്. അന്ന് പ്രമോദ് രാമൻ ഡൽഹിയിലാണ് മറ്റവരുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട്. ഞാൻ പ്രമോദ് രാമനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇനി ഉണ്ടാവില്ല, മേലാൽ വിളിക്കുകയും ചെയ്യരുത്, എന്നെ അഭിഭാഷകനും സംബോധന ചെയ്യാൻ പറ്റുവാണെങ്കിൽ വിളിച്ചാൽ മതി എന്ന്. അതിനുശേഷം അല്ല, ഞാൻ ഇതിലേക്ക് വരാം. അത് കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള പല സന്ദർഭങ്ങൾ വന്നപ്പോഴും ഓരോ പരാതികൾ കൊടുക്കുമ്പോഴും അതിജീവിതയ്ക്ക് വേണ്ടിയിട്ടും അതിജീവിതയോടൊപ്പവും അതിജീവിതയുടെയും അതിജീവിതന്മാരുടെയും ഒപ്പം എന്നുള്ളത് പറയണം. അപ്പോൾ അവിടെയാണ് റജി ലൂക്കോസ് പറഞ്ഞ പൊതുബോധം ആപ്ലിക്കബിൾ ആകുന്നത്. ഏറ്റവും ആദ്യമായി 2017 കേന്ദ്ര മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ അടുത്ത് നിന്ന് ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിൽ ഇത്തരത്തിൽ മാധ്യമ വിചാരണ പാടില്ല എന്ന് പറഞ്ഞൊരു ഉത്തരവ് മേടിച്ചിട്ടുള്ളത് ഞാനാണ് ദിലീപിന് വേണ്ടിയിട്ട്. എൻ്റെ കുഞ്ഞായുടെ മകനൊന്നും അല്ല, ഇന്നും അദ്ദേഹത്തിന് ഇൻസ്ട്രക്ഷൻ ഒന്നും അല്ല ഞാൻ ഇതാക്കുന്നത്. അയാളുടെ ഒരു നാരകമിട്ടായില്ല. ഞാൻ അദ്ദേഹത്തിന് മറുപടി പറയുകയാണ്. അദ്ദേഹം എന്നെ മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ റജി ലൂക്കോസിനും ജനങ്ങളോടും കൂടെ ഒരു മറുപടി പറഞ്ഞതാണ്. അത്തരത്തിൽ ഒരു ബയാസ്ഡ് ആയിട്ടുള്ള നിലപാടും എനിക്കില്ല. അതിജീവിതരോടൊപ്പമാണ്, അത് ആണായാലും പെണ്ണായാലും എന്നുള്ളതാണ്. ഇപ്പൊ ചോദിക്കൂ ഗോപികൃഷ്ണൻ, ഞാൻ ഒന്നും കൂടെ. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഈ പർട്ടിക്കുലർ കേസിൽ ആരൊക്കെയാണ് നടപടിക്ക് അർഹരായവർ, ആർക്കൊക്കെതിരെയാണ് നടപടി വേണ്ടത്? ഇതിന്റെ മുഖ്യ കോൺസ്പിറേറ്റർ ഈ പറഞ്ഞിരിക്കുന്ന മാർട്ടിൻ ആണിത് പ്രചരിപ്പിച്ചതെന്ന് പറയുന്നു. മാർട്ടിൻ്റെ വീഡിയോ ആണെന്നല്ലേ നമ്മൾ പറയുന്നത്. അങ്ങനെയാകുമ്പം മാർട്ടിൻ സ്വമേധയായി എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണോ? മാർട്ടിനെ കൊണ്ട് ആരെങ്കിലും എടുപ്പിച്ചതാണോ? മാർട്ടിൻ എടുത്ത് ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുള്ളതാണോ? മാർട്ടിൻ സ്വമേധയാ പറഞ്ഞു, അയാൾക്ക് സ്വമേധയാ പറയാനും അയാൾക്ക് സ്വമേധയാ പബ്ലിഷ് ചെയ്യാനൊക്കെ ഉള്ള അവകാശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം നിലനിൽക്കുമ്പോഴും ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് ഷെയർ ചെയ്തവർ പ്രചരിപ്പിച്ചവർ ഇവരൊക്കെ ഇതിനകത്ത് ഉൾപ്പെടില്ലേ? അതായത് ഇവരെല്ലാം ഒരേ കുറ്റം ചെയ്തവരായി താങ്കൾ കാണും? അല്ല, ഒരു സംശയവും വേണ്ട. എല്ലാവരും അതിജീവിതയുടെ ഞാനും പറയാം, അതിന് ഞാൻ കാണേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. BNS 72 കാണുന്നുണ്ടല്ലോ അവർ കുറ്റക്കാരാണെന്ന്. ഒരു കാര്യം കൂടെ ഗോപികൃഷ്ണ, ഇത് പറയാതെ പോകാൻ വയ്യ. ഈ മാർട്ടിൻ്റെ വെളിപ്പെടുത്തലും അത് ഷെയർ ചെയ്തതാണല്ലോ നിങ്ങളുടെ ഏറ്റവും വലിയ ചർച്ച ഇന്നത്തെ. ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം. ഈ വിധി വന്ന അന്ന് മുതൽ 8-ാം തീയതി മുതൽ ഇവിടെ അതിക്രൂരമായിട്ടുള്ള സൈബർ ആക്രമണങ്ങളും ഹ്യൂമിലിയേഷൻസും ക്യാരക്ടർ അസാസിനേഷനും ഒക്കെ നേരിടുന്ന ഒരു സ്ത്രീയുണ്ട്. ഹണിയം വർഗീസ് എന്നാണ് പേര്. അവർ ഇതിന് പ്രിസൈഡിങ് ജഡ്ജായിരുന്നു 9 വർഷം. അതിനുശേഷം അവർക്ക് നേരിട്ടിട്ടുള്ള ആ മുഴുവൻ സൈബർ ആക്രമണങ്ങളും കാര്യകാരണ സഹിതം അതിൻ്റെ ഒരു ഗ്രാവിറ്റി സഹിതം മിനിഞ്ഞാന്ന് 15-12 കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ കേൾക്കെ
അല്ലല്ല അത് വ്യത്യസ്തം. ഞാൻ എൻ്റെ കാര്യമാണല്ലോ പറയുന്നത്. 15/12 2 ദിവസം മുമ്പ് ഞാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. എല്ലാ ലിങ്കുകളും വെച്ച് എല്ലാ വിശദ വിവരങ്ങളും വെച്ച് ഒരു അഭിഭാഷകൻ, ഇതിൻ്റെ ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഒരു കോർട്ട് ഓഫീസർ എന്നുള്ള രീതിയിൽ ഞാൻ പരാതി കൊടുത്തു. എന്താ എനിക്ക് കിട്ടിയ മറുപടി? ഇന്നലെ എന്നോട് പറഞ്ഞു നിങ്ങളുടെ രേഖ കിട്ടണം, അതായത് നിങ്ങളുടെ പ്ലേസ് ഓഫ് റെസിഡൻസ് കിട്ടണം എന്ന്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ അവർ ചോദിച്ച എല്ലാം ഇന്നലെ അയച്ചു കൊടുത്തു. അവർ എനിക്കൊരു റിപ്ലൈ ഇമെയിൽ തന്നു, നിങ്ങളുടെ ജുറിസ്ഡിക്ഷണൽ സ്റ്റേഷനിലേക്ക് വിട്ടു എന്ന്. അത് വയനാടാണ്. വയനാട് സൈബർ സെല്ലിലേക്ക് വിട്ടു. ഇന്ന് വൈകിട്ട് വയനാട് സൈബർ സെല്ലിൽ എനിക്കൊരു അറിയിപ്പ് കിട്ടിയിരിക്കുകയാണ്, ഞങ്ങളുടെ ജുറിസ്ഡിക്ഷനിലേ വരില്ല, വക്കീൽ ഡൽഹിയിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ കേസെടുക്കാൻ പറ്റാന്ന് പറഞ്ഞിട്ട് എനിക്കും കൊച്ചി സൈബർ സെല്ലിനും ഒരു അറിയിപ്പ് കിട്ടിയിരിക്കുകയാണ്. ഇനി ഉടൻ തന്നെ ഞാൻ അത് DGPക്ക് അയച്ചു. ഈ 3 ആളുടെയും കാര്യങ്ങൾ വെച്ച് ഞാൻ DGPക്ക് അയച്ചു. ഇത് ആരാ നടപടി എടുക്കേണ്ടത്? ഒരു ജുഡീഷ്യൽ ഓഫീസർക്കോ ഒരു കോടതിക്കെതിരെയോ ഇത്രയും വലിയ വ്യാജ ആരോപണങ്ങൾ, ഹ്യൂമിലിയേഷൻസ്, അവരുടെ സ്കാൻഡലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ നടന്നിട്ട് കേസെടുക്കാൻ പറ്റാതെ അധികാരം നോക്കിയിട്ട് 3 ദിവസമായിട്ട് ഓടിച്ചു കളിക്കുന്ന ആളുകൾ ഈ പറയുന്ന അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് എവിടെ പോയി ഇതിൻ്റെ കോൺസ്പിറേറ്റർ തപ്പിപ്പിടിക്കുന്ന? നിങ്ങൾ അതുപോലെ മാസ്റ്റർ കോൺസ്പിറേറ്റർ എന്ന് പറയുന്ന ആള് മാഡമാണെന്നേ, മാഡം. അല്ല അത് പോട്ടെ, അതേതായാലും അതെല്ലാം അല്ല, അത് മാസ്റ്റർ കോൺസ്പിറേറ്റർ ആരാണ്, അതിന്റെ തെളിവുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ തെളിവുകളുടെ അഭാവമാണല്ലോ. അത് ഹൈക്കോടതിയിൽ അപ്പീൽ പോട്ടെ, അവിടെ ചർച്ചയാകട്ടെ, അവിടെ അന്വേഷിക്കട്ടെ, പരിശോധിക്കപ്പെടട്ടെ, തെളിവുകൾ പുനഃപരിശോധന ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ. നമുക്ക് അതിന്റെ മെറിറ്റിലേക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഈ പറഞ്ഞ ഈ ഒരു ജുഡീഷ്യൽ ഓഫീസറിനെതിരെ, അതായത് വിചാരണ കോടതി ജഡ്ജിക്കെതിരായിട്ടുള്ള പരാമർശങ്ങളുടെ പേരിൽ കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്, നിവേദനം നൽകിയിട്ടുണ്ട്. ഇവർക്കെതിരെ കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിക്കണം എന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ അപകീർത്തികരമായ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകണം എന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ നടപടികളൊക്കെ അവിടെ നടക്കുന്നുമുണ്ട്. ശരിയല്ലേ? നടക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം ഈ ജുഡീഷ്യൽ ഓഫീസേഴ്സ് പോകുന്നതിന് മുമ്പ് ഹൈക്കോടതി രജിസ്ട്രാർക്ക് പരാതി കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ, അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ. താങ്കൾ ഈ അതിജീവിതയുടെ പേര് പരസ്യമായി വെളിപ്പെടുത്തുകയും ആ ഒരു സ്ക്രിപ്റ്റഡ് വെർഷൻ എന്നതുപോലെ അത് കാര്യങ്ങളൊക്കെ മാർട്ടിൻ ഒരു കഥയായി അവതരിപ്പിക്കുകയും ചെയ്ത ഈ വീഡിയോ ദൃശ്യങ്ങൾ വന്നതിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചുവെന്നും അത് പ്രചരിപ്പിക്കപ്പെട്ടത് ഏതൊക്കെ ഹാൻഡിലുകളിലൂടെയാണെന്നും അതിൻ്റെ വക്താക്കളും പ്രചാരകരുമായി മാറിയത് ആരൊക്കെയാണ് എന്നുമൊക്കെ സമഗ്രമായ അന്വേഷണത്തിലൂടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വരേണ്ടതും അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതുമാണ്. അല്ലേ? ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അതാണ് താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. അഭിപ്രായം മാത്രമല്ല, രേഖാമൂലം അതിനുവേണ്ടി പരാതി കൊടുത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അതിജീവിതയ്ക്ക് വേണ്ടി മാത്രമല്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് മനസ്സിലായി. അത്രേ ഉള്ളൂ. താങ്കൾ പറഞ്ഞ അതേ അഭിപ്രായം എനിക്കുമുണ്ട്. ശരി, ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ അതിജീവിത വീണ്ടും അപമാനിക്കപ്പെടുകയാണ് സൈബർ ഇടങ്ങളിലെ ആക്രമണങ്ങളിലൂടെ. അതിന് ചുക്കാൻ പിടിച്ചവരും അതിന് നേതൃത്വം നൽകിയവരും അതിന്റെ ബുദ്ധി കേന്ദ്രവും ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയട്ടെ. അന്വേഷണങ്ങളിലൂടെ പരാതി നൽകി കഴിഞ്ഞിട്ടുണ്ട് അതിജീവിത. അതിന്മേലുള്ള അന്വേഷണം നടപടിക്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അപമാനകരവും വ്രണിതയായിരിക്കുന്ന വേദനയിൽ കഴിയുന്ന അതിജീവിതയെ വീണ്ടും അപമാനിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കുമെതിരെ ഒറ്റക്കെട്ടായി നമുക്ക് നിലയുറപ്പിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.